Hello, good afternoon. Good afternoon. കേൾക്കാൻ പറ്റണ്ടോ? നിങ്ങളെ എനിക്ക് കേൾക്കാൻ പറ്റുള്ളല്ലോ. ഒരു ഗുഡ് ആഫ്റ്റർനൂൺ പറയാൻ പറ്റുമോ? Good afternoon, ma'am. Good afternoon. Good afternoon. Good afternoon. സുഖമല്ലേ എല്ലാവർക്കും? ഓക്കെ. യെസ്. സോ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ബാക്കി വിശേഷമൊക്കെ നമുക്ക് ലാസ്റ്റ് സമയത്തേക്ക് പറയാം കേട്ടോ. ഓക്കെ. സുഖമായിട്ടിരിക്കുന്നതെന്ന് കേൾക്കുക, അതാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടത്. ഷോ ഇപ്പോ നമുക്കിന്ന് ഇത്രയും പേരൊക്കെ ഉണ്ടാവാറുള്ള 11 ഏകദേശം അല്ലേ? ഉള്ളൂ 11, 12. ഓക്കെ. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ മെഡിക്കൽ എക്യുപ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ കുറച്ച് മെഡിക്കൽ എക്യുപ്മെന്റ് ഒക്കെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതൊക്കെ നമ്മൾ വായിച്ചു, മനസ്സിലാക്കി, പഠിച്ചു അല്ലെ? ഏത് മെഷീൻ അല്ലെങ്കിൽ ഏത് എക്യുപ്മെന്റ് അതുമായി കണക്ട് ചെയ്തിരിക്കണം, അതിന്റെ ഫംഗ്ഷൻ ഒക്കെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടെ വരെ എടുത്തു ഓർമ്മയുണ്ടോ? ഏതാണ് എടുത്തിൽ ലാസ്റ്റ് നിർത്തിയത്? നിങ്ങൾ പറയുന്നതും ഞാൻ പറയുന്നതും ഒന്നാണോ എന്ന് ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. ഏതാ എടുത്ത് നിർത്തിയേ? ഓർമ്മയുണ്ടോ? 20 സെക്കൻഡ് വരെ പറഞ്ഞു. ആണോ? 22 പറഞ്ഞോ? 22 വരെ പറഞ്ഞു. ഒഫ്താൽമോസ്കോപ്പ് ഒക്കെ പറഞ്ഞോ? സ്റ്റീം ഇൻഹെയിലർ, എക്കോ ഒക്കെ പറഞ്ഞതാണല്ലോ അല്ലേ? ഡൗട്ട്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഓക്കെ, യെസ്. അപ്പൊ നമ്മള് എന്താ പറയാ, ബാക്കി സ്റ്റീം ഇൻഹെയിലർ പറഞ്ഞു, അതുപോലെ തന്നെ എക്കോ പറഞ്ഞു, എല്ലാം പറഞ്ഞു. പിന്നെ ഇല്ലേ നമ്മള് EEG ഇതൊക്കെ പറഞ്ഞല്ലോ, ഇലക്ട്രിക്കൽ ഫംഗ്ഷൻ ഓഫ് അവർ ബോഡി, സോറി ബ്രെയിൻ, നമ്മുടെ ബ്രെയിനിന്റെ ഇലക്ട്രിക്കൽ ഫംഗ്ഷൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് അത്. നമ്മുടെ ബ്രെയിനുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് അതിന്റെ റെക്കോർഡിങ്സ് എടുക്കുന്നത്. അതായത് EEG നമ്മളുടെ വേരിയസ് കണ്ടീഷൻസ്, നമ്മളുടേതായ എന്താ പറയാ സീഷർ ഡിസോർഡേഴ്സ് ലൈക്ക് എപ്പിലെപ്സി, അപസ്മാരം പോലെയുള്ള എന്താ പറയാ ചില ഫംഗ്ഷൻ, ബ്രെയിനിന്റെ തന്നെ ഡിസോർഡർ ആയിട്ടുള്ള ചില ഫംഗ്ഷൻസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാനും മെഷർ ചെയ്യാനും ഹെഡ് ഇഞ്ചുറി ഒക്കെ മനസ്സിലാക്കാനും വേണ്ടിയിട്ടുള്ള ഒരു എക്യുപ്മെന്റ് ആണ് EEG എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ ഒഫ്താൽമോസ്കോപ്പും പറഞ്ഞു എന്നാണ് നിങ്ങൾ പറയുന്നത്. അതിന് മറ്റൊരു പേര് കൂടിയുണ്ട്, ഫണ്ടോസ്കോപ്പി എന്ന് പറയുന്നത്. നമ്മുടെ കണ്ണിന്റെ എന്താ പറയാ പ്രശ്നങ്ങളൊക്കെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്യുപ്മെന്റ് ആണ് ഒഫ്താൽമോസ്കോപ്പ് എന്ന് പറയുന്ന ഒരു സ്റ്റഡിയും അതിന്റെ ഉപയോഗിക്കുന്ന ഉപകരണം ഫണ്ടോസ്കോപ്പ്. അത് ഐ എക്സാമിനേഷനും പിന്നെ നമ്മളുടെ കണ്ണിന്റെ ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെ കണ്ണിനെ ഇങ്ങനെ പുറമേ കൂടിയുള്ള ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക കേട്ടോ. ഇൻസൈഡ് ദ ഫണ്ടസ് ഓഫ് ദ ഐ എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ പറയാ ഐയുടെ സർഫസിന്റെ ഇന്നർ ബാക്ക് ആ ഒരു ലെയറിനെയാണ് നമ്മൾ ഫണ്ടസ് എന്ന് വിളിക്കുക. നമ്മുടെ കണ്ണിന്റേതായിട്ടുള്ള ഇന്നർ, അതായത് ഉള്ളിലുള്ള ബാക്കിലുള്ള ഒരു സർഫസ്, കണ്ണിന്റെ ബാക്ക് സൈഡിലാണ്, പക്ഷെ അത് ഇന്നർ ആയിട്ടുള്ള ഒരു സർഫസ് ആണ്. അതിനെയാണ് ഫണ്ടസ്. അപ്പൊ അതൊക്കെ നോക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഒഫ്താൽമോസ്കോപ്പ് എന്ന് പറയുന്ന മെഷീൻ. ഹോൾട്ടർ മീറ്ററും പറഞ്ഞതാണ്, ഹാർട്ടിന്റെ ഫങ്ഷൻസ് മനസ്സിലാക്കാനും മെഷർ ചെയ്യാനും റെക്കോർഡ് ചെയ്യാനും. മനസ്സിലാക്കിയാൽ മാത്രം പോരാ അല്ലെ, അത് റെക്കോർഡ് ചെയ്യണം. അതിന്റെ മെഷർമെന്റുകൾ അത് കുറച്ച് കോൺസ്റ്റന്റ് ആയിട്ട് കുറച്ച് അവേഴ്സ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്യുപ്മെന്റ് ആണ്. ഇപ്പൊ എക്കോ എടുക്കുക എന്ന് പറയുന്നത് കുറച്ചു നേരത്തേക്കാണ്, ഒരു പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം, കുറച്ചു നേരമൊക്കെയാണ്, ചിലപ്പോൾ 1 മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂറൊക്കെ ആയിരിക്കും അത് മെഷർ ചെയ്തത്. പക്ഷെ കുറച്ച് കൂടുതൽ കോൺസ്റ്റന്റ് ആയിട്ടുള്ള സമയത്തേക്ക് നമുക്ക് നമ്മളുടെ ഹാർട്ടിന്റെ ആ ഒരു ഫംഗ്ഷനിങ് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യാനും മെഷർ ചെയ്യാനും വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ് ഹോൾട്ടർ മോണിറ്റർ എന്ന് പറയുന്നത്. അത് 12 to 48 അവേഴ്സോ അതിനേക്കാൾ കൂടുതലൊക്കെ സമയം നമുക്ക് ഇങ്ങനെ ഹാർട്ട് ഫംഗ്ഷനിങ് ഒക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ, അത് മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹോൾട്ടർ മോണിറ്റർ ആണ് ഉപയോഗിക്കുക അല്ലെ? അത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. അതൊക്കെ വായിച്ചു നോക്കിയോ? അതിന്റെ ഉള്ളിൽ ഒരു സ്മോൾ സൈസ്ഡ് ക്യാമറ ആയിരിക്കും.
അതിനകത്ത് ഫിക്സ്ഡ് ചെയ്തിട്ടുണ്ടാവുക. പിന്നെ നമ്മളുടെ സിൽവർ ഡോളർ സൈസിലുള്ള ചില ഇലക്ട്രോഡ്സ് നമ്മുടെ ബോഡിയിൽ സ്കിന്നിൽ ഇങ്ങനെ ഫിക്സ് ചെയ്തിട്ട് അത് വെച്ചിട്ടാണ് എന്താ പറയാ ആ വേവ്സ് കടത്തി വിട്ടിട്ട് എന്ത് ചെയ്യുന്നത്, ഡിറ്റക്ട് ചെയ്ത് മെഷർ ചെയ്ത് റെക്കോർഡ് ചെയ്യുന്നത്. അതൊക്കെ പറഞ്ഞതാണ് അല്ലെ. ഒന്നുകൂടി ഓർമ്മിപ്പിക്കാനാണ് ഒന്നുകൂടി എന്താ പറയാ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസ്സിൽ. അടുത്തത് കാർഡിയാക് ടേബിളും നമ്മൾ പറഞ്ഞതാണ്. അപ്പൊ 23rd തുടങ്ങിയാണ് എടുക്കട്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ അവിടെ ഒന്ന് വിളിച്ച് പറഞ്ഞതാ. കാർഡിയാക് ടേബിളും അതുപോലെ തന്നെ പേഷ്യൻസിന് ഇത് ICUലും ഒക്കെ കൂടുതൽ ഉപയോഗിക്കും കേട്ടോ. ICUലും ഉപയോഗിക്കും. അതുപോലെ തന്നെ മറ്റ് വാർഡുകളിലൊക്കെ പേഷ്യൻസിനെ എന്താ പറയാ അവർക്കൊന്ന് പതുക്കെ ഒന്ന് കയ്യോ അതൊക്കെ കാലൊക്കെ ഒന്ന് കുത്തി വെച്ചിട്ട് കയ്യൊക്കെ കുത്തി വെച്ചിട്ട് എന്തെങ്കിലും ഫുഡ് കഴിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എഴുതാനോ അത് ഡോക്ടേഴ്സും നഴ്സസും ഒക്കെ ആ ടേബിൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതാനൊക്കെ വേണ്ടിട്ട് ഉപയോഗിക്കും കേട്ടോ. അപ്പൊ വേണമെങ്കിൽ അവർക്ക് ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് മീൽസ് ഒക്കെ കഴിക്കുന്ന സമയത്തും അതൊന്നൊരു സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ആണ് ഈ അതായത് കാർഡിയാക് കണ്ടീഷൻസുമായിട്ട് വരുന്നത്. ഇപ്പൊ ഹാർട്ട് പ്രോബ്ലംസ് അങ്ങനെയൊക്കെയുള്ള ആളുകളൊക്കെ ആയിട്ട് വരുമ്പോ അവർക്ക് എന്താ പറയാ ഒരു സപ്പോർട്ട് കൊടുക്കേണ്ടി. ചിലപ്പോ അങ്ങനെ നിവർന്നൊക്കെ ഭയങ്കര സ്റ്റഡി ആയിട്ടൊക്കെ ഇരിക്കാൻ പറ്റില്ല. അപ്പൊ അവർക്കൊന്ന് സപ്പോർട്ട് ചെയ്യുന്ന കയ്യൊക്കെ വെച്ചിട്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു ടേബിളാണ് കാർഡിയാക് ടേബിൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? അതൊക്കെ മനസ്സിലായതല്ലേ? അതൊക്കെ നമ്മൾ പറഞ്ഞതാണല്ലോ, ഉറപ്പാണല്ലോ. യെസ്. സോ അടുത്തതിലേക്ക് നമുക്ക് കിടക്കാം. അടുത്ത മെഷീൻ നമുക്ക് പരിചയപ്പെടാനുള്ള എക്യുപ്മെന്റ് നമ്മളുടേത് EMG ആണ്. എന്താണ് EMG? ഇലക്ട്രോമയോഗ്രഫി. ഇലക്ട്രോമയോഗ്രഫി എന്ന് പറയുന്നത് നമ്മുടെ മസിൽസ് റെസ്പോൺസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇലക്ട്രിക്കൽ ഫങ്ഷനിങ് ഓഫ് അവർ മസിൽസ്, നമ്മുടെ മസിൽസിന്റെ ഇലക്ട്രിക്കൽ ഫങ്ഷനിങ് ഒക്കെ മനസ്സിലാക്കാൻ, അതുപോലെ തന്നെ നമ്മുടെ നെർവ്സിന്റെ എന്താ പറയാ കാര്യങ്ങളൊക്കെ. നെർവ്സ് നമുക്കറിയാം അത് മസിൽസിന്റെ സ്റ്റിമുലേഷൻ കൊണ്ടാണ് ഈ മസിൽ നെർവ്സ് ഒക്കെ പ്രവർത്തിക്കുക. അപ്പൊ അതിന്റെ പ്രവർത്തനങ്ങൾ ആ ഫങ്ഷൻസ് ഒക്കെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനും അത് മെഷർ ചെയ്യാനും അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റ് ആണ്. അതുപോലെ ന്യൂറോ മസ്കുലർ ഡിഫോമിറ്റി മനസ്സിലാക്കാനാണ്. ന്യൂറോ മസ്കുലർ ഡിഫോമിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമോ എന്താണ്? ന്യൂറോ മസ്കുലർ ഡിഫോമിറ്റി ഡിഫോർമേഷൻ ആണ്. എന്തായിരിക്കും അത്? അതായത് നമ്മളുടെ ബ്രെയിൻ, അതുപോലെ തന്നെ സുഷുമ്ന നാഡി എന്നൊക്കെ പറഞ്ഞ നാഡികളൊക്കെ ഇല്ലേ, അത്തരം ഇത് പിന്നെ ഞരമ്പുകള്, ഇതൊക്കെ കൃത്യമായിട്ട് അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കാത്തതിന്റെ ഫലമായിട്ടേ ഉണ്ടാകുന്ന ഒരു എന്താ പറയാ നമ്മുടെ ബോഡിക്ക് ഉണ്ടാകുന്ന ചില വൈകല്യങ്ങളൊക്കെയാണ് കേട്ടോ. അസ്ഥികൾക്ക് അതുപോലെ തന്നെ നമ്മുടെ ബോഡിയുടെ സ്ട്രക്ചറിൽ ഉണ്ടാകുന്ന വൈകല്യങ്ങൾ, അതിനെയാണ് നമ്മൾ ന്യൂറോമസ്കുലർ ഡിഫോമിറ്റി എന്ന് വിളിക്കുക. മനസ്സിലായോ? അപ്പൊ അതിനു വേണ്ടി അത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ അപ്പൊ മസിൽസിന്റെയും നെർവ്സിന്റെയും ഒക്കെ എന്താ പറയാ ചില ടെസ്റ്റുകൾ നടത്തണം. അതിനുപയോഗിക്കുന്ന ഒരു മെഷീനാണ് EMG എന്ന് പറയുന്നത്. ഇലക്ട്രോമയോഗ്രഫി എന്ന് പറയുന്ന ഒരു ടെസ്റ്റിംഗ് ഒക്കെ നടത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ്. മനസ്സിലായോ? മസിൽസ് നെർവ്സ് ഒക്കെ കൃത്യമായി ഫങ്ഷൻ ചെയ്തില്ലെങ്കിൽ അതനുസരിച്ച് നമ്മുടെ ബോഡി സ്ട്രക്ചറിൽ വ്യതിയാനങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന്റെ പല പ്രവർത്തനങ്ങളും ഫങ്ഷനുകളൊക്കെ ചിലപ്പോൾ ശരിയായ രീതിയിൽ നടക്കില്ല. അപ്പൊ അതൊക്കെ കൃത്യമായി മനസ്സിലാക്കാനുള്ള ഒരു മെഷീനാണ് ഇലക്ട്രോമയോഗ്രഫി. ഓർക്കുക, മസിൽസ് നെർവ്സ് കേട്ടോ. ന്യൂറോ മസ്കുലർ ഡിഫോമിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവര് ചെറിയ സ്മോൾ നീഡിൽസ് ഒക്കെ ഉപയോഗിക്കും. ആ നീഡിൽസ് ഉപയോഗിച്ചിട്ടാണ് ഇത് ടെസ്റ്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ അതിന്റെ അകത്ത് ഇലക്ട്രോഡ്സും ഘടിപ്പിച്ചിട്ടുണ്ടായിരിക്കും. അത് നമ്മുടെ സ്കിന്നില് മസിൽസിനോട് കണക്ട് ചെയ്തിട്ട് ആണ് എന്ത് ചെയ്യുന്നത്, ഇത്തരം ടെസ്റ്റുകളൊക്കെ നടത്തുക. ക്ലിയർ ആയോ? എന്താണ് EMG എന്ന് മനസ്സിലായോ? ഒന്ന് വായിച്ചു നോക്കാമോ? എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ ചോദിക്കാം. അതിന് ഞാൻ ന്യൂറോമസ്കുലർ ഡിഫോമിറ്റി എന്താണെന്ന് ജസ്റ്റ് ഒന്ന് എഴുതി തന്നേക്കാം. കാരണം അതൊന്ന് എന്താണെന്ന് അറിയണം. എന്ത് വെറുതെ അങ്ങനെ എന്താ പറയാ കാണാപ്പാടം പറയുന്ന പോലെ ന്യൂറോമസ്കുലർ ഡിഫോമിറ്റി ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു മെഷീൻ ആണെന്ന് മാത്രം എഴുതി കഴിയുമ്പോൾ അത് മനസ്സിലാവില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് ചെറിയ ഒരു ഡെഫിനിഷൻ ന്യൂറോമസ്കുലർ ഡിഫോമിറ്റി എന്താണെന്ന് അവിടെ എഴുതി വെച്ചാൽ അതുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് വായിക്കാം. അപ്പൊ ഇന്നത് ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കാം, ഞാൻ എന്നിട്ട് പറയാം. ന്യൂറോമസ്കുലർ ഡിഫോമിറ്റിയുടെ അവിടെ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് ബ്രാരോ മാർക്ക് കിട്ടുക. നോട്ടിന്റെ സൈഡിൽ തന്നെ എഴുതി വെച്ചാലും മതി. സെപ്പറേറ്റ് നോട്ട് എഴുതുന്നവർക്ക് കുഴപ്പമില്ല, അതിനകത്ത് എഴുതാം. അതല്ല നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ടെക്സ്റ്റ് ബുക്കിന്റെ സൈഡിൽ തന്നെ അത് എഴുതി വെച്ചാൽ മതി. അപ്പൊ പിന്നീടാണെങ്കിലും പെട്ടെന്ന് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അത് എഴുതാം. The disability
the disability എഴുതണ്ടോ വേണ്ടേ അല്ലെങ്കിൽ the disability to the structure of our body, to the structure of our body or bones. ശരീരത്തിന്റെ ഘടനയോ അല്ലെങ്കിൽ അസ്ഥികളിലോ ഉണ്ടാവുന്ന ചില വൈകല്യം. The disability of the structure of our body, അല്ലെങ്കിൽ or bones due to the improper functioning of brain, nerves, etc. of brain, nerves, 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 etc. നമ്മുടെ ശരീരത്തിന്റെ ഘടനയിലോ അത് അല്ലെങ്കിൽ ബോൺസിലോ അസ്ഥികളിലോ ഒക്കെ ഉണ്ടാകുന്ന ചില വൈകല്യങ്ങൾ. അതിന്റെ കാരണം എന്താണ്? ബിക്കോസ് നമ്മുടെ ബ്രെയിനോ നെർവ്സോ ഒക്കെ മര്യാദയ്ക്ക് ഫങ്ഷൻ ചെയ്യാത്തത് കൊണ്ട്. ക്ലിയർ ആയോ? ഇംഗ്ലീഷിൽ അത് എഴുതി വെച്ച കുഴപ്പമുണ്ടോ? കുഴപ്പമില്ലല്ലോ. യെസ്. സോ അത് ഇതുപോലെ തന്നെ നീഡിൽസും അതുപോലെ തന്നെ ഈ ഇലക്ട്രോഡ്സ് ഒക്കെ ഘടിപ്പിച്ച് നമ്മുടെ മസിൽസിനോട് ചേർന്ന് നിൽക്കുന്ന സ്കിന്നിനാണ് കേട്ടോ. അവിടെയാണ് ഇത് ചെയ്യേണ്ടത്, ഫിറ്റ് ചെയ്യുന്നത്. അവിടെ കണക്ട് ചെയ്തിട്ടാണ് ഈ ഒരു ടെസ്റ്റിംഗ് നടത്തുന്നത്, EMG എന്ന് പറയുന്ന സംഭവം. മനസ്സിലായല്ലോ? അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് അടുത്തത് എയർവേ ആണ്. എയർവേ എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾസോ എ മെഡിക്കൽ ഡിവൈസ്. അത് നമ്മളുടെ എയർവേ എന്നോ അഡ്ജന്റ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഇതില് നമ്മളുടെ ഈ എന്താ പറയാ സ്നോസിൽ കൂടി ബ്രീത്ത് ചെയ്യാൻ പറ്റാതിരിക്കുന്ന പേഷ്യൻസ്, ചിലപ്പോ കൊച്ചുകുട്ടികൾക്ക് എന്താ മൂക്കടഞ്ഞ തീരെ കുഞ്ഞുകുട്ടികൾക്ക്, അതല്ലെങ്കിൽ പ്രായമായവർക്കും എന്താ പറയാ ബ്രീത്തിങ്, അതായത് മൂക്കിൽ കൂടി അവര് തനിയെ ശ്വാസം എടുക്കുന്നില്ല ഡ്യൂ ടു സം പ്രോബ്ലംസ്, അവർക്ക് എന്തെങ്കിലും അസുഖങ്ങൾ ഉള്ളതുകൊണ്ട്. അപ്പൊ മൂക്കിലൂടെ ശ്വാസം എടുക്കാൻ പറ്റാത്തവർക്ക് വായിലൂടെ നമുക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ട് അവർക്ക് ഓക്സിജൻ കൊടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ വാ ഇങ്ങനെ നമുക്ക് ഇതിന് ഓപ്പൺ ആക്കി വെക്കണം. നമ്മുടെ നാവ് വന്നിട്ട് എന്താ പറയാ അവിടെ ഒരു സാധനം പറയുന്നത് എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്ന ഒരു സംഭവം. അത് എപ്പിഗ്ലോട്ടിസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ചെറുനാക്ക് എന്ന് പറയില്ലേ, ഈ നാവിന്റെ അറ്റത്തായിട്ടൊരു സംഭവം കാണാട്ടോ, വായുടെ അകത്ത് തുറന്നു നോക്കിയിട്ടില്ലേ, ഉണ്ടോ? അത് വന്നിട്ട് നമ്മുടെ ഈ നാവ് കൂടി തമ്മിൽ ചേർന്ന് നിൽക്കും. അപ്പൊ ചില ആളുകൾക്ക് ഇങ്ങനെ ഭയങ്കര അബോധാവസ്ഥയിലൊക്കെ കിടക്കും, ഇങ്ങനെ നാക്കൊക്കെ കടിച്ചു പിടിച്ച് അവർക്ക് വായു ഓപ്പൺ ആക്കാൻ പറ്റാതെ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഒക്കെ സപ്പോർട്ട് കൊടുക്കാൻ. കൊച്ചുകുട്ടികൾക്ക് അല്ലാതെ ഉള്ള സമയത്ത് അവർക്ക് എന്താ പറയാ മൂക്കടഞ്ഞിട്ടൊക്കെ ശ്വാസം എടുക്കാൻ പറ്റാത്ത സമയത്ത് ഈ വാ ഇങ്ങനെ നമുക്ക് ആ നാക്കും നമ്മുടെ എപ്പിഗ്ലോട്ടിസും വന്നും തമ്മിൽ കൂട്ടി അങ്ങനെ ഇതിനെ റാപ്പ് ചെയ്തിരിക്കാത്ത രീതിയിൽ ഓപ്പൺ ആക്കി വെക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? എയർവേ എന്ന് വിളിക്കുക കേട്ടാ. ടു ഓപ്പൺ ദ പേഷ്യൻസ് എയർവേ. നമ്മുടെ മനുഷ്യന്മാരുടെ എയർവേ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, നമ്മുടെ ശ്വാസം ഇങ്ങനെ കടന്ന് നമ്മൾ ബ്രീത്ത് ചെയ്യുമ്പോൾ അത് മുഴുവനും ലങ്സ് വരെ എത്തുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ച് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു പാസേജ് ഉണ്ട്, ഒരു പാത്വേ ഉണ്ട്. ആ പാത്വേ ക്ലിയർ ആയിട്ട് അങ്ങനെ നമ്മുടെ ഓക്സിജൻ കടത്തി വിടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണം. അതിങ്ങനെ തുറന്നു വെക്കാനാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. തുറന്നു വെക്കാൻ ഉപയോഗിക്കുന്ന ചെറിയൊരു ഡിവൈസ് കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ വേണമെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും. വായിൽ കൂടി ആ സാധനം ഇങ്ങനെ ഇറക്കി നമ്മുടെ ടങ്ങും പിന്നെ അറ്റത്തുള്ള എപ്പിഗ്ലോട്ടിസ് കൂടി ഓപ്പൺ ആക്കി വെക്കുന്ന രീതിയിൽ ഇങ്ങനെ ഇവിടം വരെ കണക്റ്റഡ് ആയിട്ട് ഇങ്ങനെ അങ്ങോട്ട് തള്ളി വെക്കും. സോ ദാറ്റ് അപ്പൊ എന്ത് പറ്റും, ഇത് ഇതിൽ കൂടി നമുക്ക് കൊടുക്കാൻ പറ്റും. സോ ആ ഒരു ബ്രീത്തിങ് നിന്നും പ്രോബ്ലംസിൽ നിന്നും പ്രിവെന്റ് ചെയ്യാനായിട്ട് പേഷ്യന്റിനെ നമുക്ക് സാധിക്കും. മനസ്സിലായോ? ക്ലിയർ ആയി? എപ്പിഗ്ലോട്ടിസ് എന്ന് പറഞ്ഞാൽ ചെറുനാക്ക് എന്നാണ് അർത്ഥം. എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്നത് അവർക്ക് മലയാളത്തിൽ എഴുതി വെച്ചോ, ചെറുനാക്ക്, അറ്റത്ത് കാണുന്ന ഒരു ചെറിയൊരു സാധനം കണ്ടിട്ടുണ്ടല്ലോ അല്ലെ? നമ്മള് തുറന്ന് നോക്കുമ്പോ ശരിയായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ആർക്കെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ ചോദിക്കണം. എയർവേ ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞ അടുത്ത എക്യുപ്മെന്റ്. മനസ്സിലായോ? ഒന്ന് വായിച്ചു നോക്കുക. അവിടെ ഫിഗറിനകത്ത് കൃത്യമായിട്ട് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവില്ല. പക്ഷെ നിങ്ങളതൊന്ന് അടിച്ചു നോക്കുക കേട്ടോ. ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിന്റെ നല്ലൊരു ഫിഗറും അത് നന്നായിട്ട് അതെങ്ങനെയാ വായില് വെച്ചിരിക്കുന്നത്, അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്നതെന്നും കൃത്യമായിട്ട് കാണാൻ പറ്റും. നോക്കൂലേ? നോക്കോ? എക്യുപ്മെന്റ് ഒക്കെ നമ്മളിവിടെ പറയുന്നത് അപ്പൊ ഒന്ന് നിങ്ങളോട് ഞാൻ പറയാറുണ്ട്. അതിന്റെ ഫംഗ്ഷനിങ് ഒക്കെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് അറിയാൻ. നമുക്കിത് മുഴുവനും എങ്ങനെ പ്രവർത്തിപ്പിക്കണം, ഈ മെഷീൻസ് ഒക്കെ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നതെന്നൊന്നും നമുക്കറിയണ്ട. നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ് ഇതൊക്കെ ഒന്ന് മാനേജ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള എക്യുപ്മെന്റുകളൊക്കെ നമ്മുടെ ഹോസ്പിറ്റൽസിൽ ഉണ്ട്. ഈ എക്യുപ്മെന്റിലൊക്കെ എന്തെങ്കിലുമൊക്കെ മെയിന്റനൻസ് ഒക്കെ ആവശ്യം വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കേടായി
ഇതൊക്കെ മെയിൻ്റനൻസ് ആവശ്യം വന്ന് ആദ്യം തന്നെ അറിയിക്കുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിനെയാണ്. അപ്പൊ അവർ വേഗം അതുമായി ബന്ധപ്പെട്ട അത് എന്താ പറയാ റിപ്പയർ ചെയ്യാൻ പറ്റുന്ന, മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ആളുകളെ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യണം. മനസ്സിലായോ? അല്ലാതെ വേറെ ആരെയും ആയിരിക്കില്ല ഹോസ്പിറ്റൽസിന്റെ ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റുകൾ ഈ പറയുന്ന മെഷീൻസ് ഉപയോഗിക്കുന്നവരെ അറിയിക്കുക. ആദ്യം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിനെയൊക്കെ അറിയിക്കും. അപ്പൊ അതെന്ത് മെഷീനാ? EMG മെഷീനോ? അതെന്ത് സാധന? അല്ലെങ്കിൽ എയർവേയോ? അതെന്താണ്? അത് എവിടെ കിട്ടുക? അങ്ങനെ ആലോചിക്കണം. അപ്പൊ ജസ്റ്റ് നമ്മളുടെ ഒരു ഇൻഫോർമേഷൻ വേണ്ടി നമ്മൾ അറിഞ്ഞിരിക്കണം ഇന്നത് ഇന്ന മെഷീൻ ആണ്, അത് ഇന്ന കാര്യത്തിലാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയിരുന്നോ? ഫങ്ഷനിങ് ഒക്കെ കണ്ടവരാരെങ്കിലും ഉണ്ടോ? ഓക്കെ, വെരി ഗുഡ്. ഇപ്പൊ മനസ്സിലായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. വെറുതെ ഇരിക്കുകയല്ലേ? അപ്പൊ വെറുതെ ഇരിക്കല്ല, മീൻസ് ആ സാധനം എന്തായാലും നമ്മളത് പഠിക്കുകയാണല്ലോ. അപ്പൊ പഠിക്കുന്ന സമയത്ത് അതൊക്കെ നമ്മൾ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ കുറച്ചുകൂടി കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ഇതിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. വെറുതെ ഒരു ഇങ്ങനെ സെന്റൻസ് വായിച്ച് സ്റ്റോർ ചെയ്യുന്നതിനേക്കാൾ ആ വായിക്കുന്ന സമയത്ത് എന്ത് സാധനം ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞാൽ ആ ഗൂഗിൾ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ അതിന്റെ ഇമേജസ് വേണമെങ്കിൽ കാണാം, അതെങ്ങനെ ഫംഗ്ഷൻ ചെയ്യുന്നു അല്ലെങ്കിൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് വരെ നമുക്ക് വീഡിയോസ് കിട്ടും. അപ്പൊ ജസ്റ്റ് കുറച്ചുകൂടി ഇൻഫോർമേറ്റീവ് ആയിട്ട് കാര്യം നമ്മളുടെ ബുദ്ധിയിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും, മെമ്മറിയിൽ. ക്ലിയർ? മനസ്സിലായില്ല? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ചെയ്യാനായിട്ട്. ഓക്കെ, അടുത്തത് PFT ആണ്, പൾമനറി ഫങ്ഷൻസ് ടെസ്റ്റ് ആണ്. പൾമനറി ഫങ്ഷൻസ് ടെസ്റ്റ് അല്ലെങ്കിൽ PFT. എസ് ഒരു സ്മോൾ ആയിട്ട് കൊടുത്തേക്കണം കേട്ടോ. എസിന് ഷോർട്ട് ഫോം ആയിട്ട് അല്ല വന്നേക്കണതല്ല, അത് എസ് എന്ന് പറയുന്നത് പ്ലൂരൽ ഫോമിലാണ്. PFT മീൻസ് പൾമനറി ഫങ്ഷൻ ടെസ്റ്റുകൾ എന്നുള്ളതിന്റെ ആ ഗൾ എന്നുള്ള പ്ലൂരൽ ഫോമിലാണ് എസ് വന്നേക്കണേ. എസിന് എക്സ്പാൻഡഡ് ഫോം ഇല്ലാന്ന് മനസ്സിലായോ? അപ്പൊ പരീക്ഷയ്ക്കൊക്കെ വരുമ്പോ എസ് എന്താ സ്മോൾ ലെറ്ററിൽ കിടക്കുന്നത്, PFT ബാക്കി മുഴുവനും ക്യാപിറ്റൽ ലെറ്റർ ആണെന്നല്ലോ വിചാരിക്കരുത്. എസ് സ്മോൾ ലെറ്റർ മനഃപൂർവ്വമാണ്. ടെസ്റ്റുകൾ എന്നുള്ളതിന്റെ ടെസ്റ്റിന്റെ ആ ഒരു എസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് ഹൗ എന്താ പറയാ ഇംപ്രൂവ്ഡ് യുവർ ലങ്സ് വർക്ക്. നമ്മുടെ ലങ്സ് എത്രത്തോളം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ ലങ്സിന്റെ ഫങ്ഷനിങ് ഒക്കെ കൃത്യമായിട്ട് ഉണ്ടോ എന്നറിയാൻ വേണ്ടി മെഷർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ടെസ്റ്റുകളാണ്. അതൊരു കളക്ഷൻ ഓഫ് ടെസ്റ്റ് ആണ് കേട്ടോ, ഒറ്റ ടെസ്റ്റ് അല്ല, കുറച്ചധികം ടെസ്റ്റുകൾ. അതുകൊണ്ടാണ് ടെസ്റ്റ് എന്ന് പറയുന്ന പ്ലൂരൽ ഫോം ഉപയോഗിച്ചിരിക്കുന്നത്. മനസ്സിലായോ? നമ്മുടെ ലങ്സ് ഒക്കെ പ്രോപ്പർ ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ടോ, ലങ്സിന് പ്രോപ്പർ ആയിട്ട് ഫങ്ഷൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നറിയാൻ ഉപയോഗിക്കുന്ന ചില ടെസ്റ്റുകളുടെ ഒരു കളക്ഷൻ, ഒരു സമാഹാരം. അതിനെയാണ് നമ്മൾ പൾമനറി ഫങ്ഷൻ ടെസ്റ്റ് എന്ന് വിളിക്കുക. ഹൗ കേപ്പബിൾ യു ആർ ഫോർ ബ്രീത്തിങ്. നിങ്ങൾക്ക് നല്ല രീതിയിൽ ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നുണ്ടോ, നമ്മുടെ ലങ്സ് ഒക്കെ വളരെ ഇഫക്റ്റീവ് ആയിട്ടാണോ ഓക്സിജനെ ലങ്സിലേക്ക് എത്തിക്കുന്നത്, അതുപോലെ ലങ്സിൽ നിന്ന് ഓക്സിജൻ മറ്റ് പാർട്സ് ഓഫ് ദ ബോഡിയിലേക്ക് എത്തിക്കുന്നത് ഒക്കെ നല്ല രീതിയിലാണോ, അതൊക്കെ ഇത്രയും നല്ല ക്ലിയർ ആൻഡ് എന്താ പറയാ വിത്തൗട്ട് എനി ലാഗ് അല്ലെങ്കിൽ ഡിലേ ഓക്സിജൻ ഒക്കെ പാസ് ചെയ്ത് മറ്റു ബോഡിയുടെ മറ്റു ഭാഗങ്ങളിലേക്കൊക്കെ എത്തുന്നതിന് യാതൊരു തടസ്സവും ഇല്ല എന്നൊക്കെ, അതുപോലെ തന്നെ ലങ്സ് എത്ര ഇഫക്റ്റീവായി പ്രവർത്തിക്കുന്നു എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ചില ടെസ്റ്റുകളുടെ കൂട്ടത്തെയാണ് നമ്മൾ PFT പൾമനറി ഫങ്ഷൻ ടെസ്റ്റ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയോ? PFTയുടെ ഫുൾ ഫോമും എനിക്ക് ചോദിക്കാം, ആ ടെസ്റ്റ് എന്ത് റിലേറ്റഡ് ആണ് എന്നുകൂടി ചോദിക്കാം കേട്ടോ. അപ്പൊ നമ്മളുടെ ശരീരത്തിലേക്ക് നമ്മള് ശ്വസിക്കുമ്പോൾ ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ കൂടി ആണ് ഇതെല്ലാം കൂടി പോകും. അപ്പൊ ഓക്സിജൻ നമുക്ക് ആവശ്യത്തിന് വേണം അല്ലെ, അതിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ എന്ത് ചെയ്യും, എക്സെയിൽ ചെയ്യും, പുറന്തള്ളും. അപ്പൊ ഈ ലങ്സിലേക്ക് സ്വീകരിക്കുന്ന ഓക്സിജൻ നമ്മുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലേക്കും ഇൻക്ലൂഡിങ് അവർ ബ്രെയിനിലേക്ക് എത്തിച്ചേരണം അല്ലെ. ഓക്സിജന്റെ അളവ് കുറവായിട്ട് എന്താ പറയാ കുറെ ആളുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലൈസ്ഡ് ആകാറുണ്ട് അല്ലെ, ബ്രെയിനിൽ ഓക്സിജന്റെ അളവ് കുറവാ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടില്ലേ അങ്ങനത്തെ അസുഖങ്ങളൊക്കെ. അപ്പൊ അതൊക്കെ വരുന്നത് ഒക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു രീതിയുണ്ട്. അതിനുള്ള ടെസ്റ്റുകളൊക്കെ നടത്തും. അപ്പോഴാണ് മനസ്സിലാക്കുക ഈ എന്താ പറയാ ഓക്സിജൻ കൃത്യമായിട്ട് ബോഡിയുടെ എല്ലാ പാർട്സിലേക്കും എത്തുന്നില്ല, അല്ലെങ്കിൽ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫങ്ഷനിങ് അല്ല നമ്മുടെ ലങ്സിനുള്ളത്. സോ ദേ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദിസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദീസ് ടെസ്റ്റ്. ഈ ടെസ്റ്റുകൾ ഉപയോഗിച്ചിട്ടാണ് ഇതൊക്കെ മനസ്സിലാക്കുക. പൾമനറി ഫങ്ഷൻ ടെസ്റ്റ് മനസ്സിലായല്ലോ? പറഞ്ഞോട്ടെ. അടുത്തത് ഏതാ നോക്ക്, യൂറോ ഫ്ലോ മീറ്റർ. യൂറോ ഫ്രം ദ വേർഡ് ഇറ്റ്സെൽഫ്, അതിൽ നിന്ന് തന്നെ നമുക്ക് ആ യൂറോ ഫ്ലോ മീറ്റർ എന്ന് പറയുമ്പോൾ തന്നെ ഏകദേശം ഒരു ഐഡിയ കിട്ടും. യൂറിനറി ട്രാക്ട് സിസ്റ്റം എങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നു. നമ്മുടെ യൂറിനറി ട്രാക്ട് സിസ്റ്റം യാതൊരു തടസ്സവുമില്ലാതെ
ഫങ്ഷൻ ചെയ്യുന്നു എന്ന് അസസ് ചെയ്യാൻ, ഇവാലുവേറ്റ് ചെയ്യാനുള്ള, അതുപോലെ തന്നെ അത് ഇലക്ട്രോണിക്കലി, അത് ഇലക്ട്രിക്കലിന്റെ ഈ ഉപകരണത്തിന്റെ സഹായത്തോടെ അത് കാൽക്കുലേറ്റ് ചെയ്യാം. നമ്മുടെ യൂറിന്റെ ഫ്ലോന്റെ സ്പീഡ്, എത്രത്തോളം സ്പീഡിലാണ് നമ്മുടെ യൂറിൻ പാസ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ഫ്ലോ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു എന്താ പറയാ മെഷീനാണ് യൂറോഫ്ലോ മീറ്റർ എന്ന് പറയുന്നത്. ആൻഡ് യൂറിന്റെ എന്താ പറയാ യൂറിനേഷന്റെ സമയത്ത് നമ്മൾ മൂത്രം ഒഴിക്കുന്ന സമയത്തൊക്കെ ആ യൂറിൻ ഫ്ലോ എത്രത്തോളം ഉണ്ട്, ഏത് അളവിലാ പോകുന്നത്. ഇപ്പൊ ചിലപ്പോഴൊക്കെ ഇപ്പൊ യൂറിനറി ഇൻഫെക്ഷൻസ് ഒക്കെ വരില്ലേ, യൂറിനറി ഇൻഫെക്ഷൻസ് ഒരു എന്താ പറയാ ഒരു കോമൺ അസുഖമാണ്. പക്ഷെ അത് കുറച്ച് കൂടുതലായി പോയാലും ഡേഞ്ചറാണ്. ഡേഞ്ചർ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് എന്താ പറയാ തലവേദന, ഛർദി, വിട്ടുമാറാത്ത പനിയൊക്കെ ഇങ്ങനെ നിൽക്കും അല്ലെ. ചിലപ്പോ ചില ആളുകൾക്ക് യൂറിനറി ഇൻഫെക്ഷൻ ഒക്കെ വന്നാലും ബോഡിയിൽ വേറെ പെയിനുകളൊന്നും ഉണ്ടാവില്ല. ചിലർക്ക് ഭയങ്കര നടുവേദന അല്ലെ, യൂറിൻ പാസ് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന വേദന, ചിലർക്ക് അതൊന്നും ഉണ്ടാവില്ല. പക്ഷെ രാത്രിയിൽ ചിലപ്പോൾ ഭയങ്കരമായ പനി, രാത്രികളിൽ അരിയും കൂടുതൽ. അപ്പോ അത് ഒക്കെ യൂറിൻ ഇൻഫെക്ഷന്റെ ഒരു സിംറ്റമാണ്. ആവശ്യത്തിന് വെള്ളം ഒക്കെ നമ്മൾ കുടിക്കാത്തത് കൊണ്ടും അല്ലെ, ചില കാലാവസ്ഥയിൽ ഇപ്പൊ തണുപ്പ് കാലാവസ്ഥയൊക്കെയാണ്, നമുക്ക് അധികം വെള്ളം കുടിക്കാൻ തോന്നില്ല ആണല്ലോ. ഈ സമയത്ത് ചില ആൾക്കാർ പറയും, ചൂട് കൂടുമ്പോഴേക്കാണ് യൂറിൻ ഇൻഫെക്ഷൻസ് ഒക്കെ വരുന്നത്, ചൂട് കാലത്താ വരികയെന്ന്. പക്ഷെ എനിക്ക് തോന്നുന്നു അതിനേക്കാൾ കൂടുതൽ വരുന്നത് ഈ മഴക്കാലത്തായിരിക്കും. കാരണം നമ്മൾ വെള്ളം കുടിക്കുന്നത് കുറയും. എപ്പോഴെപ്പോഴും യൂറിൻ പാസ് ചെയ്യാൻ പോകട്ടെ എന്ന് വിചാരിച്ചിട്ട് മടി വന്നിട്ട്, അതല്ല എങ്കിൽ നമ്മൾ വെള്ളം അധികം കുടിക്കാത്തത് കൊണ്ട് യൂറിൻ നമുക്ക് പാസ് ചെയ്യേണ്ട ഒരു ഇത് വരില്ല. അപ്പൊ എന്ത് ചെയ്യും, നമ്മുടെ വാട്ടറിന്റെ കണ്ടന്റ് അല്ലെ കുറയും. അപ്പൊ അതൊക്കെയാണ്. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അങ്ങനെ കൂടി എന്താവും യൂറിനറി ഇൻഫെക്ഷൻ. അപ്പൊ യൂറിനറി ട്രാക്ട് സിസ്റ്റത്തില് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടോന്ന് ഇലക്ട്രോണിക്കലി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു മെഷീനാണ് യൂറോഫ്ലോ മീറ്റർ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? യൂറോ എന്ന് ഓർത്താൽ മതി, അപ്പൊ തന്നെ യൂറിനറി ട്രാക്ട് സിസ്റ്റം എന്ന് മനസ്സിലാക്കുക. ഓക്കെ ആണോ? ഓരോന്ന് ഞാൻ പറയുമ്പോ അതൊന്ന് വായിച്ചു നോക്കാം. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു ഇതൊക്കെ മനസ്സിലാക്കാൻ അതിന്റെ ഒരു മോണിറ്ററും ഒക്കെ കൂടി ഫിക്സ് കണക്ട് ചെയ്തിട്ടാണ് അതിന്റെ ആ ഒരു അളവുകളൊക്കെ ഇലക്ട്രോണിക്കലി അവര് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്നത്. യെസ്, അടുത്തത് ഏതാ നോക്കിയേ, ബൈനോക്കുലർ മൈക്രോസ്കോപ്പ് ആണ്. ബൈനോക്കുലർ മൈക്രോസ്കോപ്പ് എന്താ, ഇതിനും എന്താ പറയാ ഒരു ബേസ് സപ്പോർട്ടോടുകൂടി, എന്നൊരു സപ്പോർട്ട് ഉണ്ട്. അതിനെ എന്താ പറയാ ലെൻസും മറ്റുമൊക്കെ വെക്കാനും, അതുപോലെ തന്നെ ആ ലെൻസ് വെച്ചിട്ട് ലെൻസിൽ ഉള്ള പല സാധനങ്ങളെയൊക്കെ നോക്കാനും, ലൈക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ നമ്മള് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട് ലാബിൽ കൊടുക്കില്ലേ, അപ്പൊ കണ്ടിട്ടുണ്ടാവും രണ്ട് എന്താ പറയാ ഗ്ലാസ് പീസസിൽ ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുക ഒരിടത്തിലേക്ക് ഡ്രോപ്പ് ഇങ്ങനെ ഒഴിക്കും. എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് എടുക്കും. എന്നിട്ട് അവര് ഈ മൈക്രോസ്കോപ്പിന്റെ അടിയിൽ വെച്ചിട്ട് എന്താ പറയാ ടെസ്റ്റ് ഒക്കെ ചെയ്യും. അതൊരു എക്സാമ്പിൾ പറഞ്ഞു എന്ന് മാത്രമാണ് കേട്ടാ. അതുപോലെ മറ്റേതെങ്കിലും തരത്തിലുള്ള ബോഡി ഫ്ലൂയിഡ്സോ ഒക്കെ എടുത്തിട്ട് എന്താ പറയാ ഇതിന് ഒരു ഐ പീസ് ഉണ്ട്, കണ്ണ് നോക്കാൻ പറ്റുന്ന ഒരു ഐ പീസ് ഉണ്ട് കണ്ണിൽ വെക്കുന്ന, ആ ലെൻസ് ഒക്കെ ഉപയോഗിച്ച് എന്ത് ചെയ്യും, മൈക്രോസ്കോപ്പിന്റെ മുകളിൽ കൂടി ഇങ്ങനെ നോക്കും. സോ അതിനൊരു ബേസിലായിരിക്കും, അതിങ്ങനെ ഒരു ബേസ് പ്ലാറ്റ്ഫോമിലായിരിക്കും വെക്കുക. എന്നിട്ട് അതിനകത്ത് നമ്മുടെ മൈക്രോസ്കോപ്പിൽ കൂടി നോക്കേണ്ടതായിട്ടുള്ള ചില എന്ത് ഒബ്ജക്ട്സ് ആയാലും എന്ത് കാര്യമാണെങ്കിലും അതിൽ കൂടി നോക്കാൻ കഴിയുന്ന ഒരു മെഷീനാണ്. മൈക്രോസ്കോപ്പ് കാണാത്തവരാരെങ്കിലും ഉണ്ടോ? അതൊക്കെ ഒരു കോമൺ സാധനമാണ്. പണ്ടൊക്കെ ലാബില് നമ്മൾ ചെന്ന് കഴിയുമ്പോ നമ്മുടെ ആ മുമ്പിൽ തന്നെ കാണാൻ പറ്റും. ലാബിൽ ഇന്ന സാധനം ടെസ്റ്റ് ചെയ്യാൻ മൈക്രോസ്കോപ്പ് എന്തായാലും ഫ്രണ്ടില് ടേബിളിൽ അവിടെ വെച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പൊ പക്ഷെ രീതികളൊക്കെ ഒരുപാട് ടെക്നിക്സ് ഒക്കെ മാറി, ടെക്നോളജി ഒക്കെ ഒത്തിരി അഡ്വാൻസ്ഡ് ആയി. അപ്പൊ കുറച്ചും കൂടി എന്താ പറയാ ഹൈടെക് ലെവലിലാണ് ഇന്ന് ഹോസ്പിറ്റൽസിൽ പല കാര്യങ്ങളും ടെസ്റ്റ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുക. ഓക്കെ, എന്നാലും ഇത് എന്താ പറയാ ഇത് ഒരു ഇമ്പോർട്ടന്റ് ഐറ്റം ആണ്, ഒരു മെഷീൻ ആണ് ബൈനോക്കുലർ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഹൈ പവർ ആയിട്ടുള്ള മൈക്രോസ്കോപ്പുകളൊക്കെ ഇന്ന് ഉപയോഗിക്കുന്നുണ്ട് പലയിടത്തും. അതുപോലെ തന്നെ രണ്ട് പി സി കൂടി കാണും. ചിലതൊക്കെ ഒരെണ്ണത്തിൽ കൂടി മാത്രമേ നോക്കാൻ പറ്റുന്നതാണ്. ചിലതിൽ ഇപ്പൊ രണ്ടെണ്ണത്തിൽ കൂടി നോക്കാൻ പറ്റുന്ന ബൈനോക്കുലർ, ബൈ മീൻസ് ടു എന്നാണ് കേട്ടാ. ബൈനോക്കുലർ മൈക്രോസ്കോപ്പുകളൊക്കെ ഇന്ന് ഉപയോഗിക്കുന്നുണ്ട്. ബൈനോക്കുലർ ഉണ്ടല്ലേ ഇതിങ്ങനെ ഉപയോഗിച്ച് നോക്കണത് അല്ലെ, അത് രണ്ട് ഐ പീസിലും നമുക്ക് ലെൻസ് ഉണ്ടായിരിക്കും. ഇപ്പൊ അങ്ങനത്തെ നമുക്ക് ഉപയോഗിക്കുന്നുണ്ടെന്നാ പറയുന്നത്. പണ്ടൊക്കെ കുറച്ചും കൂടി ഓൾഡ് മോഡൽ എന്ന് പറയുന്നത് ഒരു പി സി കൂടി അവരിങ്ങനെ നോക്കുള്ളൂ, നമുക്ക് കാണാൻ പറ്റും. അവര് ഇങ്ങനെ അതൊക്കെ അങ്ങനെ ബ്ലഡ് വെച്ചിട്ടൊക്കെ ഞാനൊക്കെ കണ്ടിട്ടുണ്ട് ഇഷ്ടം പോലെ. ഇപ്പൊ നമുക്കതൊന്നും വിസിബിൾ അല്ല ഹോസ്പിറ്റൽസിൽ. അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊന്നും ഇവിടെ ലാബിലാണെങ്കിൽ നമ്മൾ ചെന്ന് നമുക്ക് കാണാൻ പറ്റില്ല. ലാബൊക്കെ കുറച്ചും കൂടി
ക്ലോസ്ഡ് ഐ. പണ്ടൊക്കെ കുറച്ചുകൂടി വിസിബിൾ ആയിരുന്നു, കുറച്ചുകൂടി ട്രാൻസ്പെറന്റ് ആയിരുന്നു. നമുക്ക് പല കാര്യങ്ങളും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അവിടെ നോക്കാൻ പറ്റും, അവരിങ്ങനെ ഇതിൽ കൂടി നോക്കണതൊക്കെ. പക്ഷെ ഇന്ന് അതൊന്നും കാണാൻ പറ്റില്ല, എക്യുപ്മെന്റ്സ് ഒന്നും കൃത്യമായിട്ട് വിസിബിൾ അല്ല. കുറച്ചുകൂടി എന്താ പറയാ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു റൂമിലാണ് ഇന്നത്തെ ലാബുകളൊക്കെ ആളുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത്, ഹോസ്പിറ്റൽസ്. അല്ലേ അല്ലേ കാണാൻ പറ്റാറുണ്ടോ? മൈക്രോസ്കോപ്പ് വെച്ചിട്ടുണ്ട്. ലാബില്ലേ, പുറത്തെ ലാബ് ചെറിയ ചെറിയ ലാബിലൊക്കെ ആണെങ്കിൽ കാണാം. വലിയ വലിയ ലാബോറട്ടറീസും ഇന്ന് ക്ലോസ്ഡ് ആണ്. നമുക്ക് അകത്തേക്ക് നോ എൻട്രി ആണ്, അല്ലെ? നോ അഡ്മിഷൻ, നോ എൻട്രി ആണ് ബോർഡ്. നമുക്ക് അങ്ങോട്ടൊന്നും കയറാൻ പറ്റില്ല. യെസ്, ഓക്കെ. അപ്പോ സിംഗിൾ ഒബ്ജക്റ്റീവ് ലെൻസും ഉണ്ട്, അതേപോലെ തന്നെ 2 ഐപീസ് വരുന്ന ലെൻസുകളൊക്കെ വെച്ചിട്ട് മൈക്രോസ്കോപ്പുകൾ ഉണ്ട്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയേ. ബൈനോക്കുലർ മൈക്രോസ്കോപ്പ് ഇവിടെ പ്രസന്റ് ചെയ്തിരിക്കുന്നത് കാണണ്ടല്ലോ, അല്ലെ? കാണണ്ടല്ലോ, ഓക്കെ. പറയട്ടെ അടുത്തത്. സെൻട്രിഫ്യൂജ്. Yes, this is also another laboratory instrument. ഇതും സെൻട്രിഫ്യൂജ് എന്ന് പറയുന്നത് ഒരു ലബോറട്ടറി ഇൻസ്ട്രുമെന്റ് ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ ബോഡി ഫ്ലൂയിഡുകള് അതുപോലെ മറ്റേതെങ്കിലും തരത്തിലുള്ള ലിക്വിഡുകളൊക്കെ നമ്മുടെ ബോഡിയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ എന്താ പറയാ എടുത്തു കഴിഞ്ഞിട്ട് അതിന്റെ ഡെൻസിറ്റി പരിശോധിക്കാനുള്ള, അതിന്റെ സാന്ദ്രത, അതായത് ആ സാന്ദ്രതയ്ക്ക് അനുസരിച്ച് ഈ ലിക്വിഡുകളൊക്കെ എന്ത് ചെയ്യാൻ പറ്റുന്നത്, സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. ഈ ഫ്ലൂയിഡുകളൊക്കെ ഇങ്ങനെ ഓരോ ഇതിനകത്തേക്ക് ആക്കിയിട്ട് നിങ്ങളതൊന്ന് നോക്കിക്കൊള്ളുക. ഈ സെൻട്രിഫ്യൂജ് അല്ലെങ്കിൽ സെൻട്രിഫ്യൂഗൽ ഫങ്ഷൻസ് എങ്ങനെയാണ് നടക്കുന്നതെന്ന് കൃത്യമായി കാണിക്കുന്ന വീഡിയോസ് ഉണ്ട്. അതിങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കും, ഓരോ ഇങ്ങനെ ടെസ്റ്റ് ട്യൂബ് പോലത്തെ അടപ്പക്കുള്ള സാധനങ്ങൾ ഇങ്ങനെ വെക്കും. അത് വെച്ചിട്ട് ആ മെഷീനൊക്കെ ഏതോ രീതിയിൽ ഫങ്ഷൻ ചെയ്യുമ്പോൾ ഇതിനകത്തെ ഈ ഡെൻസിറ്റിക്ക് അനുസരിച്ചിട്ട് ആ ടെസ്റ്റ് ട്യൂബിനകത്ത് ആ സാധനങ്ങൾ എന്താണോ, ആ ഫ്ലൂയിഡ് അല്ലെങ്കിൽ ഗ്യാസോ ലിക്വിഡോ ഏത് രീതിയിലുള്ള സാധനമാണെങ്കിലും അതിന്റെ ഡെൻസിറ്റിക്ക് അനുസരിച്ച് സെപ്പറേറ്റഡ് ആയിട്ട് വന്നിരിക്കും. മനസ്സിലായോ? ഡെൻസിറ്റി, സാന്ദ്രത. അപ്പൊ ഏറ്റവും സാന്ദ്രത കുറഞ്ഞതൊക്കെ മുകളിൽ വരുന്ന രീതിയിൽ ഇങ്ങനെ, ഡെൻസിറ്റി ഏറ്റവും കുറവുള്ളതൊക്കെ മുകളിൽ വരുന്ന രീതിയിൽ ഇങ്ങനെ ആ ഒരു പർട്ടിക്കുലർ ഓർഡറിൽ അറേഞ്ച് ചെയ്ത് വരും. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെഷീൻ, അതാണ് സെൻട്രിഫ്യൂജ്, സെൻട്രിഫ്യൂഗൽ മെഷീൻ എന്ന് പറയും. അത് ഇങ്ങനെ ഒരു വെസൽ, പാത്രം പോലത്തെ ഒരു സാധനമാണ്. ഇവിടെ ഷേപ്പിൽ കാണിച്ചേക്കണ പോലെ. ക്യാൻ യു സീ? കണ്ടിട്ടില്ലേ? ഇവിടെ നിങ്ങളുടെ ഫിഗറിൽ അവിടെ കാണിച്ചിട്ടുണ്ട്. ഒരു പാത്രം പോലത്തെ, അതിന്റെ ഉള്ളിലാണ് ഈ ഫ്ലൂയിഡുകളൊക്കെ ടെസ്റ്റ് ട്യൂബുകളിൽ നിറച്ചിട്ട് ഇങ്ങനെ വെക്കാൻ പറ്റുന്ന ഓരോ ചെറിയ ഹോൾസ് പോലെയുണ്ട്. ഹോൾസിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാം. മനസ്സിലായോ? എന്നിട്ട് ഇത് ഓൺ ആക്കി കഴിയുമ്പോൾ അതിന്റെ സ്പീഡ് അനുസരിച്ചിട്ട് ഒരു സാധനം കറക്കും. അപ്പൊ അതിന്റെ സ്പീഡ് അനുസരിച്ച് ഇതിങ്ങനെ സെപ്പറേറ്റഡ് ആയിട്ട് വരും. സെപ്പറേറ്റ് തട്ടായിട്ട് നിൽക്കും ഓരോന്നിന്റെയും ഡെൻസിറ്റി അനുസരിച്ച്. മനസ്സിലായോ? അതും കറക്റ്റ് ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്നത് കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതൊന്ന് നിങ്ങൾ അടിച്ചു നോക്കി കഴിഞ്ഞാൽ സെൻട്രിഫ്യൂജ് എക്യുപ്മെന്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് അതിന്റെ ഫങ്ഷൻസ് എന്നുള്ളത് കൃത്യമായിട്ട് വീഡിയോസ് തന്നെ കിടക്കുന്നുണ്ട്. ആ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആണ് ശരിക്കും പറഞ്ഞാൽ ഹെവിയർ മെറ്റീരിയൽസിനെ ഇങ്ങനെ ഇങ്ങനെ തട്ടൊക്കെ ആയിട്ടൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്നത് ആ മെഷീനകത്ത്, ആ വെസലിനകത്ത്. ഒരു പാത്രം പോലത്തെ ഒരു സാധനമാണ് സെൻട്രിഫ്യൂഗ് എന്ന് പറയുന്നത്. സെൻട്രിഫ്യൂഗൽ മെഷീൻ അല്ലെങ്കിൽ സെൻട്രിഫ്യൂജ്. ഓക്കെ, ക്ലിയർ ആയോ? മനസ്സിലായോ? യെസ്, അതൊന്ന് വായിച്ചു നോക്കാമോ? ഓക്കെ അല്ലേ? പറഞ്ഞോട്ടെ. അടുത്തത് മിനി റോട്ടറി ഷേക്ക്. പറയട്ടെ, പോയാ എല്ലാവരും എഴുന്നേറ്റ്? ബോറടിക്കണ്ടോ? ഇതൊക്കെ ഓരോ മെഷീൻസ് അല്ലേ, എക്യുപ്മെന്റ്സ് അല്ലേ. ബോറടിക്കാൻ നമുക്ക് സാധ്യത കുറവാണ്.
ഹോസ്പിറ്റൽസിൽ നമുക്ക് ഉപയോഗിക്കുന്ന പല മെഷീൻസ് ആണ്, മെക്കാനിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ആണ്, അല്ലെങ്കിൽ എക്യുപ്മെന്റ്സ് ആണ്. ഇത് ഓരോന്നും നമ്മൾ അറിഞ്ഞിരിക്കണം. അടുത്തത് മിനി റോട്ടറി ഷെയ്ക്ക് ആണ്. ഷെയ്ക്ക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, അതായത് ടു മിക്സ് ദ ഫ്ലൂയിഡ്സ്. ഷെയ്ക്ക് ചെയ്യാന്ന് പറയുന്നത് നമ്മൾ എന്തിനാ ഷെയ്ക്ക് ചെയ്യുന്നത്? എന്തിനാ? എന്ത് കാര്യമായാലും ഷെയ്ക്ക് ചെയ്യുന്നതിന് നമുക്ക് പല സാധനങ്ങളും നമ്മൾ മിക്സ് ചെയ്യാനാണ്. അതായത് പല ടെസ്റ്റ് ട്യൂബ്സിലൊക്കെ അല്ലെങ്കിൽ ഗ്ലാസ് വെസൽസിൽ, ഈ എന്താ പറയാ, നമ്മുടെ ചില്ലിന്റെ പാത്രത്തിലൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ. ഇവിടുത്തെ ചില്ലിന്റെ പാത്രത്തിലുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽസിലെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഹോസ്പിറ്റൽസിൽ അങ്ങനെയുള്ള ഗ്ലാസ് ട്യൂബുകളിൽ അല്ലെങ്കിൽ ടെസ്റ്റ് ട്യൂബുകളിലൊക്കെ എന്തായിരിക്കും? ബ്ലഡ് അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ. സോ ടു മിക്സ് ഇറ്റ് അപ്പ് വിത്ത്, അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചില കാര്യങ്ങൾക്കൊക്കെ കൾച്ചർ ചെയ്തോക്കാൻ അങ്ങനെ ഇങ്ങനെ അവർക്ക് ഡിഫറെന്റ് ഒബ്ജക്റ്റീവ് ഉണ്ട് ഓരോ കാര്യത്തിനും, അല്ലെ? ഇപ്പൊ ബ്ലഡ് ഏതെങ്കിലും ഇതൊക്കെ ആയിട്ടൊക്കെ അങ്ങനെ മിക്സ് ചെയ്ത് അതിനകത്ത് എന്തെങ്കിലും ഒക്കെ ചേർത്ത് മിക്സ് ചെയ്യാനൊക്കെ അവർക്ക് പല ലക്ഷ്യങ്ങളുണ്ട് ഓരോ കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ ഡിഫറെന്റ് വോളിയൂംസിലുള്ള സാധനങ്ങളായിരിക്കും ഉള്ളൂ. എല്ലാം ഒരേ വോളിയൂമിലുള്ള സാധനമാണെങ്കിൽ ചിലപ്പോൾ കുഴപ്പമില്ല, പെട്ടെന്ന് മിക്സ് ആയിക്കോളും. പക്ഷെ ഡിഫറെന്റ് ഡെൻസിറ്റി വോളിയം ഒക്കെ ഉള്ളവരൊക്കെ ആകുമ്പോൾ അത്തരം ഫ്ലൂയിഡ്സ് ഒക്കെ ഗ്യാസസ് അല്ലെങ്കിൽ ഇതുപോലെയുള്ള മിക്സ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ് നമ്മളുടെ എന്തെന്ന് വിളിക്കുന്നത് മിനി റോട്ടറി ഷെയ്ക്ക് എന്ന് പറയുന്നത്. സോ അത് നമ്മളുടെ പാത്തോളജി ടെസ്റ്റുകൾക്ക് ടിഷ്യൂസ് ഒക്കെ എടുത്തു വെച്ചിട്ട് അതിനെയൊക്കെ ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊക്കെ വരില്ലേ? നമ്മുടെ ടിഷ്യൂസ് ഒക്കെ നമ്മുടെ ശരീരത്തിന്റെ പല കലകള് എവിടെയെങ്കിലുമൊക്കെ ചില അബ്നോർമൽ ആയിട്ടുള്ള ചില ഗ്രോത്ത് ഒക്കെ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് അതൊക്കെ മുറിച്ച് എടുത്ത് അല്ലെ ടിഷ്യൂസ് ഒക്കെ പുറത്തേക്ക് എടുത്തിട്ട് അതിനെ കുറിച്ചൊക്കെ ടെസ്റ്റിംഗ് നടത്തുന്നത്. അപ്പൊ അതൊക്കെ പലതുമായിട്ടൊക്കെ മിക്സ് ചെയ്യേണ്ടി വരും. മൈക്രോബയോളജി ടെസ്റ്റിംഗില്, കെമിസ്ട്രി ലാബില്, അതുപോലെ മോളിക്കുലർ ബയോളജി, ഇതിനകത്തൊക്കെ ഈ പറയുന്ന ഷെയ്ക്കേഴ്സ് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഷെയ്ക്കേഴ്സ് ഉപയോഗിക്കും അവര്. ഷെയ്ക്കേഴ്സ് പറഞ്ഞാൽ ആ ഒരു മെഷീനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ആ ഷെയ്ക്കേഴ്സ് ഉപയോഗിച്ചാണ് ഇവർ പല ടെസ്റ്റിംഗ്സിനും വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത്? മിക്സ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഇറ്റ് ഹെൽപ്സ് ടു മിക്സ് ദ ഫ്ലൂയിഡ്സ് ഇൻ ഗ്ലാസ് ട്യൂബ്സ് ഓർ ടെസ്റ്റ് ട്യൂബ്സ്. ഗ്ലാസ് ട്യൂബുകളിലും ടെസ്റ്റ് ട്യൂബുകളിലും പല ഫ്ലൂയിഡുകളും മിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനമാണ് മിനി റോട്ടറി ഷെയ്ക്ക് എന്ന് പറയുന്നത്. ഈ ഷെയ്ക്കേഴ്സിനെ നമുക്ക് എവിടെയൊക്കെ കാണാൻ പറ്റും? പാത്തോളജിയില്, അതുപോലെ തന്നെ മൈക്രോബയോളജിയില്, കെമിസ്ട്രിയില്, മോളിക്കുലാർ ബയോളജിയിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടാ, വേഗം വായിച്ചു നോക്കാം. യെസ്, അയച്ചല്ലോ അല്ലേ? 2 സെന്റൻസ് ഒക്കെ വീതമുള്ളൂ ഓരോന്നിനും. ഓരോ മെക്കാനിക്കൽ ഇൻസ്ട്രുമെന്റിനും 2 സെന്റൻസ് വീതമുള്ളൂ. ജസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു മെഷീൻ എക്യുപ്മെന്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. ഓക്കെ, നമ്മുടെ ഡീറ്റെയിൽഡ് ആയിട്ട് അതിന്റെ കാര്യങ്ങളൊന്നും പഠിക്കേണ്ട. ജസ്റ്റ് അത് എന്തിനാണ്, എന്ത് മെഷീൻ എന്തിനാണ് ഉപയോഗിക്കുക. അടുത്തത് ട്രെഡ്മില്ല്. ട്രെഡ്മില്ല് പിന്നെ കാണാത്തവരാരും ഉണ്ടാവില്ല. കണ്ടിട്ടില്ലേ? എവിടെയാ? ഹോസ്പിറ്റൽസിൽ ട്രെഡ്മില്ല് കാർഡിയാക് ഡിപ്പാർട്ട്മെന്റിൽ കാണാൻ സാധിക്കും. അതല്ലാതെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ട്രെഡ്മില്ല്? വേറെ എവിടെയും കണ്ടിട്ടില്ല? കണ്ടിട്ടില്ല? ഓ, ആരും കണ്ടിട്ടില്ലേ ട്രെഡ്മില്ല്? എവിടെ കണ്ടിരിക്കുന്നു? ദിവ്യാണ് പറഞ്ഞത് കണ്ടിട്ടുണ്ടെന്ന്. എവിടെ കണ്ടു? വെരി ഗുഡ്. അതെ, ജിമ്മില് ട്രെഡ്മില്ല് ഉണ്ട്. നടക്കാൻ ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ് അല്ലെ? യെസ്, അതെ. ഹോസ്പിറ്റൽസിൽ കൂടാതെ നമുക്ക് ജിമ്മിലും ഉണ്ട് ഈ ട്രെഡ്മിൽ തന്നെയാണ്. അപ്പൊ ഇതിനെ കാർഡിയാക് സ്ട്രെസ് ടെസ്റ്റ് എന്ന് കൂടി പറയാറുണ്ട്. അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു മെഷീനാണ് കാർഡിയാക് സ്ട്രെസ് ടെസ്റ്റ് എന്നും വിളിക്കും. അതിന്റെ നമ്മുടെ കാർഡിയോളജിക്കൽ ടെസ്റ്റ് തന്നെയാണ്. നമ്മുടെ ഹാർട്ടിന്റെ കപ്പാസിറ്റി മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന, ഇവാലുവേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ്. നമ്മുടെ ഹാർട്ടിന്റെ എത്രത്തോളം കപ്പാസിറ്റി ഉണ്ട് ടു ദ എക്സ്റ്റേണൽ സ്ട്രെസ്, നമ്മളുടെ പുറത്തുനിന്നുള്ള സ്ട്രെസ്സുകൾ വരുമ്പോൾ നമ്മൾ ഓടുക, ചാടുക, അങ്ങനെയൊക്കെ ഭയങ്കര അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹാർട്ട് ഇപ്പൊ ഭയങ്കരമായിട്ട് ചില ആൾക്കാർക്ക് ഒട്ടും ശ്വാസം എടുക്കാൻ പറ്റാത്ത രീതിയിലൊക്കെ വരും അല്ലെ? ഭയങ്കര ഹാർഡായിട്ടുള്ള സാധനങ്ങൾ വെക്കുമ്പോ അല്ലെ, അത്രയും ഹെവി ആയിട്ടുള്ളതൊക്കെ. അപ്പൊ നമ്മളുടെ ഹാർട്ടിന് എത്രത്തോളം അതിനെ റെസ്പോണ്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കാർഡിയോളജിക്കൽ ടെസ്റ്റിംഗ് എക്യുപ്മെന്റ് ആണ് നമ്മുടെ കാർഡിയാക് സ്ട്രെസ് ടെസ്റ്റ് അല്ലെങ്കിൽ ട്രെഡ്മിൽ എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? അതിന് ക്ലിനിക്കലായിട്ട് ആ ഒരു സാധനം കപ്പാസിറ്റി കൺട്രോൾ ചെയ്ത് അതിനെ മനസ്സിലാക്കാനുള്ള ഒരു അസസ് ചെയ്യാനുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഇത്. എന്താ പറയാ, ചിലപ്പോഴൊക്കെ
ഡ്രഗ് സ്റ്റിമുലേഷൻ കൊണ്ടൊക്കെ ഭയങ്കരമായിട്ട് മരുന്നുകളുടെ ഒക്കെ ഒരു ഇതുകൊണ്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ആ സ്ട്രെസ് നമുക്ക് അതിന്റെ റെസ്പോൺസ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. മരുന്നൊക്കെ കൊടുത്ത് അതിനെ ഇതാക്കി അപ്പൊ അത് എത്ര കൺട്രോളബിൾ ആണോ എന്നൊക്കെ അറിയാൻ പറ്റും ഈ ഒരു മെഷീനിൽ. അതുകൊണ്ടാണ് ഈ ഹാർട്ടിന്റെ ബ്ലോക്കോ അല്ലെങ്കിൽ ഹാർട്ടില് ഇടയ്ക്കിടയ്ക്ക് നെഞ്ചുവേദന വരുന്നു, അതെന്താന്ന് അറിയില്ല എന്ന് പറയുന്ന ആളുകൾ, അതുമായിട്ട് അങ്ങനത്തെ അസുഖങ്ങളൊക്കെ ആയിട്ട് ചെല്ലുമ്പോൾ ഈ കാർഡിയോളജിസ്റ്റ് ഡോക്ടേഴ്സ് സാധാരണ പ്രിഫർ ചെയ്യുന്ന ഒരു കാര്യമാണ്, ഒന്ന് എക്കോ ഒക്കെ പറയും. അതോടൊപ്പം തന്നെ ഈ ഒരു എക്കോ എടുക്കുമ്പോൾ ഏതെങ്കിലും വേരിയേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ഈ പറയുന്ന ടെസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കാൻ പറയും. നമ്മുടെ ട്രെഡ്മില്ലൊക്കെ ഉപയോഗിച്ച് നോക്കും അവരെ കൊണ്ട്. സോ അവർ ആ ഒരു പർട്ടിക്കുലർ സ്പീഡിൽ എത്രത്തോളം അവർക്ക് അത് കൺട്രോൾ ചെയ്ത് നിൽക്കാൻ പറ്റുന്നുണ്ട് അതൊക്കെ അവർ റെക്കോർഡ് ചെയ്യും, കാൽക്കുലേറ്റ് ചെയ്യും, വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. അത് ചെയ്യിപ്പിക്കുന്ന ആളുകൾ, ടെക്നീഷ്യൻസ്. അപ്പൊ അവരത് നോക്കും, ഇവാലുവേറ്റ് ചെയ്യും, അത് അവരപ്പൊ തന്നെ റെക്കോർഡ് ചെയ്യും. സോ അതനുസരിച്ച് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം ആളുടെ ഹാർട്ടിന് കപ്പാസിറ്റി ഉണ്ട് ഇതിനൊക്കെ റെസ്പോണ്ട് ചെയ്യാൻ എന്ന്. മനസ്സിലായോ? അതിന് ഉപയോഗിക്കുന്ന ഉപകരണം ട്രെഡ്മിൽ കാർഡിയാക് സ്ട്രെസ് ടെസ്റ്റ്. ജിമ്മിലൊക്കെ ഉപയോഗിക്കുന്നത് ആളുകൾ എന്താ പറയാ, ഒരു എന്താ പറയാ, അവരുടെ വ്യായാമത്തിന്റെ ഭാഗമാണ് അല്ലെ, ഫിസിക്കൽ ആയിട്ടുള്ള ചില വ്യായാമങ്ങളുടെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്നതാണ്. ചില ആളുകൾക്ക് ഇങ്ങനെ എപ്പോഴും എല്ലാ ദിവസവും നടക്കാനൊന്നും പോകാൻ പറ്റില്ല. അപ്പൊ ട്രെഡ്മിൽ എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു സാധനം തന്നെയാണ് അല്ലെ, നടക്കുന്നതിന് വേണ്ടി നമ്മുടെ ബ്രീത്തിങ് ഒക്കെ കൺട്രോൾ ചെയ്ത് നമുക്കത് നടക്കാനും അല്ലെ, ശ്വാസം മുട്ടലുകൾ, അതുപോലെ തന്നെ കുറെ നേരം നടക്കുമ്പോൾ അണയ്ക്കലുകളൊക്കെ ഉണ്ടാവൂലേ, അപ്പൊ അതൊക്കെ ഇല്ലാതാക്കാനൊക്കെ കുറെ ദിവസമൊക്കെ ഇത് ഉപയോഗിക്കാനൊക്കെ പറ്റും. അത് നമ്മുടെ വീടുകളിൽ. മനസ്സിലായോ? അതല്ലാതെ ഹോസ്പിറ്റൽസിൽ ഈ പറയുന്ന ഹാർട്ടിന്റേതായിട്ടുള്ള ആ കപ്പാസിറ്റി എത്രത്തോളം ഉണ്ട്, അത് ചിലപ്പോ ബ്ലോക്ക് ഒക്കെ ഉള്ളവർക്ക് അത്രയധികം കപ്പാസിറ്റി ഉണ്ടാവില്ല, അപ്പൊ അവർക്ക് പറ്റില്ല പെട്ടെന്ന് അത്രയും ആ പറഞ്ഞിരിക്കുന്ന സ്പീഡിലൊക്കെ അത് ചവിട്ടാനായിട്ട് പറ്റില്ല. മനസ്സിലായോ? ട്രെഡ്മിൽ മനസ്സിലായോ? ഇറ്റ് ഈസ് ഓൾസോ അതിന്റെ അതർ നെയിം പഠിക്കണം കേട്ടോ. ട്രെഡ്മില്ലിന്റെ മറ്റൊരു പേരാണ് കാർഡിയാക് സ്ട്രെസ് ടെസ്റ്റ്. ഓക്കെ, വായിച്ചു നോക്കിയേ. ഓക്കെ, അടുത്ത പറയട്ടെ. ഗ്ലൂക്കോമീറ്റർ എന്തായിരിക്കും? ഗ്ലൂക്കോമീറ്റർ ഗ്ലൂക്കോസ് കോൺസെൻട്രേഷൻ ഓഫ് ദ ബ്ലഡ് ഇൻ ദ ബ്ലഡ്. ബ്ലഡിന്റെ അകത്തുള്ള ഗ്ലൂക്കോസിന്റെ ആ ഒരു അളവ് കണ്ടുപിടിക്കാനുള്ള മെഡിക്കൽ എക്യുപ്മെന്റിനെയാണ് ഗ്ലൂക്കോമീറ്റർ എന്ന് വിളിക്കുക. പേരിൽ തന്നെയുണ്ട്. നമ്മുടെ യൂറോമീറ്റർ പറഞ്ഞതുപോലെ തന്നെ glucometer, it's a medical equipment which is used to determine the proper concentration of glucose in the blood. ബ്ലഡിലുള്ള ഗ്ലൂക്കോസിന്റെ ആ ഒരു കോൺസെൻട്രേഷൻ എത്രത്തോളം ഉണ്ട് അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ് ആണ് ഇതൊക്കെ. ഇത് എന്താ പറയാ, ഒരു പീസ് ഓഫ് ഗ്ലൂക്കോസ് പേപ്പർ ഉണ്ട് കേട്ടോ. അത് ഏതെങ്കിലും സബ്സ്റ്റാൻസിലേക്ക് ഇങ്ങനെ കലർത്തുമ്പോ അതിനൊരു ചാർട്ട് ഉണ്ട്, ഒരു ചാർട്ട്. ആ ചാർട്ട് വെച്ചിട്ട് എത്രത്തോളം ഗ്ലൂക്കോസ് ഉണ്ടെന്ന് അങ്ങനെയും കണ്ടുപിടിക്കാൻ പറ്റുന്ന പറഞ്ഞേക്കണേ. ഒരു ഗ്ലൂക്കോസ് പേപ്പർ ആണ് അതിന്റെ പേര്. പീസ് ഓഫ് ഗ്ലൂക്കോസ് പേപ്പർ നമ്മളുടെ ഈ പറയുന്ന സബ്സ്റ്റൻസിലേക്ക്, ഏതെങ്കിലും സബ്സ്റ്റൻസിലേക്ക് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ആ ചാർട്ട് പ്രകാരം എത്രയാണ് അതിന്റെ റേറ്റ്, അല്ലെങ്കിൽ ആ ഒരു സബ്സ്റ്റൻസിനകത്തുള്ള ഗ്ലൂക്കോസിന്റെ അളവ് എത്രയാണെന്ന് മെഷർ ചെയ്ത് അങ്ങനെയും നോക്കാൻ പറ്റുന്നു. ഇത് ഇങ്ങനെയാണ് വെച്ചിട്ട് നമ്മുടെ വിരലിലോ അവിടെയൊക്കെ വെച്ചിട്ടൊക്കെ നോക്കാൻ പറ്റും ഗ്ലൂക്കോമീറ്റർ. ഇത് ഉപയോഗിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലെ, ഹോസ്പിറ്റൽസിലൊക്കെ ചെല്ലുമ്പോ ഈ സാധനം ഉപയോഗിച്ചില്ല, റേറ്റ് അവിടെ കാണിക്കപ്പ. ഡിജിറ്റൽ ആയതുകൊണ്ട് അവിടെ ഇങ്ങനെ തെളിഞ്ഞു വരും. മനസ്സിലായോ? ഗ്ലൂക്കോമീറ്റർ ഗ്ലൂക്കോസ് കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാൻ ബ്ലഡില്, അത്രേ ഉള്ളൂ, അത്ര ഓർത്താൽ മതി. ഗ്ലൂക്കോസ് നമ്മുടെ ബ്ലഡിനകത്തെ ഗ്ലൂക്കോസ് കോൺസെൻട്രേഷൻ എത്രത്തോളം ഉണ്ടെന്ന് ഡിറ്റർമിൻ ചെയ്യാനുള്ള ഒരു മെഷീനാണ് അല്ലെങ്കിൽ മെഡിക്കൽ എക്യുപ്മെന്റ് ആണ്. ഓക്കെ, വായിച്ചു നോക്ക്. ഗ്ലൂക്കോമീറ്റർ
പറയട്ടെ അടുത്തത് ഇൻഫ്യൂഷൻ പമ്പ്. ഇൻഫ്യൂഷൻ പമ്പ് which injects fluid medication of nutrients into the patient's circulatory system എന്ന് പറഞ്ഞാൽ എന്താ, പേഷ്യൻസിന്റെ ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റത്തിലേക്ക് മരുന്നുകളോ അല്ലെങ്കിൽ ന്യൂട്രിയൻസ്, ആവശ്യത്തിന് ന്യൂട്രിയൻസോ മറ്റു ഫുഡ്സോ ഒക്കെ ഇൻഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇൻജെക്ട് ചെയ്ത് പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണമാണ് ഇൻഫ്യൂഷൻ പമ്പ്. ഇൻഫ്യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, അങ്ങോട്ടേക്ക് കഴിച്ചു വിടുക എന്നാണ്. ഇൻഫ്യൂസ് ചെയ്യുന്നത് അങ്ങോട്ടേക്ക്, ഡിഫ്യൂസ് ചെയ്യുന്നവരെ പുറത്തേക്ക് എടുക്കുക കേട്ടോ, അകത്തേക്ക് കയറ്റിവിടാനാണ്. എന്തൊക്കെയാണ്, എന്തെങ്കിലും ഫ്ലൂയിഡുകൾ അല്ലെങ്കിൽ മെഡിക്കേഷൻസ് അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും ന്യൂട്രിയൻസ്, മെഡിക്കേഷൻസിന്റെ ഭാഗമായിട്ടുള്ള ന്യൂട്രിയൻസ് ഒക്കെ പേഷ്യൻസിന്റെ സർക്കുലേറ്ററി സിസ്റ്റത്തിലേക്ക് ഇൻഫ്യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണം. അതൊക്കെയാണ് ഇൻഫ്യൂഷൻ പമ്പ് എന്ന് വിളിക്കാം. ഇത് നമ്മൾ ഇങ്ങനെ ഇൻട്രാവീനസ് ഐ വി ക്യാനിലൊക്കെ വെച്ചിട്ടൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ, അത് വെച്ചിട്ടൊക്കെ കൊടുക്കും. അതുപോലെ തന്നെ ഓൾദോ സബ്ക്യൂട്ടേനിയസ് എന്ന് പറഞ്ഞാൽ എന്താ, സബ്ക്യൂട്ടേനിയസ് എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ, നേരത്തെ എവിടേക്കോ ഈ ഒരു വേർഡൊക്കെ വന്നിട്ടുണ്ടാവും. എവിടെയാണ് കേട്ടിരിക്കുന്നത്? നമ്മളുടെ വീണ്ടും ഞാൻ പറയാം, നമ്മളുടെ അബ്രിവിയേഷൻസിന്റെ പാഠത്തില് സബ്ക്യൂട്ടേനിയസ് എന്ന് പറഞ്ഞ ഒരു വേർഡ് അവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ ഹോസ്പിറ്റൽസ്. യെസ്, അത് സ്കിൻ ആണ്, അതെന്നെ കറക്റ്റ് ആണ്. നമ്മളുടെ സ്കിന്നിന്റെ ഒക്കെ ഏറ്റവും ഉള്ളിലുള്ള ഭാഗമാണ് ഡീപ്പസ്റ്റ് ലെയർ ഓഫ് സ്കിൻ, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മുടെ സ്കിന്നിന്റെ ഒക്കെ ഇങ്ങനെ ഓരോ ലെയർ ഉണ്ട്, ഏറ്റവും അപ്പർ ഔട്ടർ മോസ്റ്റ് ലെയർ ഉണ്ട്, പിന്നെ അതിന്റെ ഉള്ളിൽ തൊട്ട് താഴെ, പിന്നെ ഏറ്റവും ഉള്ളിലുള്ള ഡീപ്പസ്റ്റ് ലെയർ ഓഫ് സ്കിന്നിനെയാണ് നമ്മൾ സബ്ക്യൂട്ടേനിയസ് എന്ന് വിളിക്കുക. അതുപോലെ നമ്മുടെ ആർട്ടറീസ്, ധമനികള്, അതുപോലെ തന്നെ എപ്യൂഡറൽ ഇൻഫ്യൂഷനും ചിലപ്പോഴൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. എപ്യൂഡറൽ ഇൻഫ്യൂഷൻ എന്ന് പറഞ്ഞാലേ കണ്ടിന്യൂസ് ആയിട്ട് ചില എന്താ പറയാ ഫ്ലൂയിഡ് ഒക്കെ നമുക്ക് എപ്പോഴും കൊടുക്കേണ്ടി വരും, കുറച്ചധികം നേരത്തേക്കൊക്കെ കൊടുക്കേണ്ടി വരും, കണ്ടിന്യൂസ് ആയിട്ട് ചില ഫ്ലൂയിഡുകളൊക്കെ കൊടുക്കേണ്ടി വരും. അങ്ങനെയൊക്കെ വരുന്ന സമയത്താണ് ഇൻഫ്യൂഷൻ പമ്പ് ഉപയോഗിക്കുക. ഒറ്റ സമയത്തൊക്കെ നമുക്ക് ഇഞ്ചക്ഷന്റെ സിറിഞ്ച് വെച്ചിട്ട് ഇൻഫ്യൂസ് ചെയ്യാൻ പറ്റും അല്ലെ, പക്ഷെ ഇത് കുറച്ചധികം നേരമൊക്കെ കൊടുക്കേണ്ടി വരുന്നു പേഷ്യൻസിന്. അത്തരം സാഹചര്യങ്ങളിൽ ഇൻഫ്യൂഷൻ പമ്പ് ആയിരിക്കും ഉപയോഗിക്കുക അല്ലെ. ചില ബോഡി ഫ്ലൂയിഡുകൾ കുറച്ച് കൂടുതൽ നേരമൊക്കെ ഇട്ട് കൊടുക്കേണ്ടി വരും, മനസ്സിലായി, അന്നേരമൊക്കെ ഈ ഇൻഫ്യൂഷൻ പമ്പ് ആയിരിക്കും ഉപയോഗിക്കുക. ക്ലിയർ ആയോ? സബ്ക്യൂട്ടേനിയസിന്റെ അവിടെ വേണമെങ്കിൽ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് വേണമെങ്കിൽ എഴുതി വെച്ചോ, ഡീപ്പസ്റ്റ് ലെയർ ഓഫ് സ്കിൻ, ഡീപ്പസ്റ്റ് ലെയർ ഓഫ് സ്കിൻ സബ്ക്യൂട്ടേനിയസ്. ഓക്കെ, അതുപോലെ തന്നെ എപ്പിഡ്യൂറൽ ഇൻഫ്യൂഷനും കൂടി എഴുതി വെച്ചോ. എപ്പിഡ്യൂറൽ ഇൻഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ continuous administration of medication, continuous administration of medication into the space around the spinal cord, into the space around the spinal cord. Spinal cord അവിടേക്കൊക്കെ അവിടെ ഒരു സ്പേസ് ഉണ്ട്, അതിലേക്കൊക്കെ കൂടുതൽ ഫ്ലൂയിഡ് ഒക്കെ എന്തെങ്കിലും തരത്തിലൊക്കെ നമ്മൾ ഇൻജെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ ദീർഘനേരത്തേക്ക്, ഒറ്റ പ്രാവശ്യമല്ല ദീർഘനേരത്തേക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പമ്പ്, ദാറ്റ് ഈസ് ഇൻഫ്യൂഷൻ പമ്പ്. വായിച്ചോക്ക് ഇൻഫ്യൂഷൻ പമ്പ്. മനസ്സിലായോ? ഇൻഫ്യൂഷൻ പമ്പ് വായിച്ചിട്ട് മനസ്സിലായോ? ഓക്കെ അല്ലേ? എഴുതുമ്പോ ഞാൻ അത് എഴുതി തരുന്നതെന്ന് വെച്ചാൽ പിന്നീട് നമ്മൾ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് ഡൗട്ട് വരാതിരിക്കാനാണ്. അത് നിങ്ങൾക്ക് അതിനൊപ്പം തന്നെ ചേർത്ത് മനസ്സിലാക്കാലോ, അതിനാണേ. ഉറക്കം വരുന്നുണ്ടോ ആർക്കെങ്കിലും? ഇല്ലല്ലോ? ഓക്കെ അല്ലേ എല്ലാവരും? ഓക്കെ, രണ്ടെണ്ണം കൂടി ഞാൻ എടുത്തോളൂ, ബാക്കി അവിടെ ഇരിക്കട്ടെ, ബാക്കി പറയാം അത് കഴിഞ്ഞിട്ട്. അടുത്തത് എക്സ്റേ ആണ്. എക്സ്റേ എന്ന് പറയുന്നത് ഒരു പെയിൻലെസ് ആയിട്ടുള്ള ഒരു ഡിറ്റക്ടിങ് രീതിയാണ്. നമ്മുടെ ബോഡിക്കകത്ത്, നമ്മുടെ ബോഡിയുടെ സ്ട്രക്ചറിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ ഇൻസ്പെക്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പെയിൻ ഫ്രീ പ്രൊസീജിയറിനെയാണ് നമ്മൾ എക്സ്റേ എന്ന് വിളിക്കുക അല്ലെ. എസ്പെഷ്യലി ബോൺസ് ഒക്കെ
എല്ലുകൾക്കൊക്കെ പൊട്ടല് വീണ് ഇടിഞ്ഞൊളിഞ്ഞ് വീണ് അവിടെയൊക്കെ കയ്യൊക്കെ വയ്യാണ്ടൊക്കെ കൊണ്ട് ചിലപ്പോൾ അവർ പറയും എക്സ്റേ എടുത്ത് നോക്കണം എന്ന് പറയും. കാരണം ബോൺസിന് എന്തെങ്കിലും സ്ട്രക്ചറിന് എന്തെങ്കിലും ബോണിന്റെ സ്ട്രക്ചറിന് എന്തെങ്കിലും ഡിഫക്ട് പറ്റിയിട്ടുണ്ടോ, എല്ല് പൊട്ടിയിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. ഇപ്പൊക്കെയാന്ന് വെച്ചാൽ കുറച്ചധികം ചുമയൊക്കെ കൂടുതൽ വരുമ്പോഴും എക്സ്റേ എടുക്കുന്നുണ്ട് കേട്ടോ. എന്തിനാണെന്നറിയോ, ആ ബോൺസിന്റെ ഇടയിലൊക്കെ ചില എന്താ പറയാ ഇപ്പൊ പൾമിനറി കാര്യങ്ങൾക്കൊക്കെയാണ് ചുമയൊക്കെ കൂടുതൽ വരുമ്പോഴേ അവിടെയൊക്കെ ഇത് എന്തെങ്കിലുമൊക്കെ നീർക്കെട്ടോ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് എക്സ്റേസ് എടുക്കാൻ പറയാറുണ്ട്. അപ്പൊ എക്സ്റേ എന്ന് പറയുന്നത് ഒരു പെയിൻഫുൾ പ്രൊസീജിയർ ആണ്, വിച്ച് ഈസ് മെയ്ഡ് ടു locate or to inspect the structure within the body. നമ്മുടെ ബോഡിക്ക് അകത്തുള്ള സ്ട്രക്ചറിനെ കൃത്യമായിട്ട് അതിന്റെ ഇമേജസ് നോക്കി മനസ്സിലാക്കാൻ. അപ്പൊ എക്സ്റേ എടുക്കുമ്പോൾ നമുക്ക് അതിന്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റും. ഇപ്പൊ ഡിസ്ക് പുറമൊക്കെ ഭയങ്കരമായിട്ട് വേദനയൊക്കെ ആയിട്ട് നടുവേദനയൊക്കെ ആയിട്ട് ചില ആൾക്കാർ ചെല്ലുമ്പോ ഇതുപോലെ ബാക്കിലൊക്കെ എക്സ്റേ എടുത്ത് നോക്കും. അപ്പൊ ഡിസ്കിന്റെ അകൽച്ചയുണ്ട്, അത് ഇങ്ങനെ ഇരിക്കേണ്ടതാ ഇങ്ങനെ ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോ ഡോക്ടേഴ്സ് കാണിച്ചു കൊടുക്കാറുണ്ട്. ഇല്ലേ? ഞങ്ങളുടെ ഇവിടെ ഉള്ള ഡോക്ടേഴ്സ് ഒക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. നിങ്ങളുടെ അവിടേക്ക് എന്തെങ്കിലും ഉണ്ടോ അങ്ങനെയൊക്കെ? എക്സ്റേ കുറച്ച് കുഞ്ഞ് കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എസ്പെഷ്യലി ബോൺസിന്റെ ഇമേജസ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് പെയിൻലെസ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ചെയ്യുന്നു നമ്മുടെ ബോഡിയുടെ സ്ട്രക്ചർ മനസ്സിലാക്കാനൊക്കെ. ഓക്കെ, അതാണ് എക്സ്റേ. ഓക്കെ, അടുത്തത് CT സ്കാൻ ആണ്. CT സ്പെക്ട് ഒക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. അതിനകത്ത് ലാസ്റ്റ് വരുന്ന CT അതിനകത്തുണ്ട്. സ്പെക്ടിനകത്ത് SPECTയും പെക്റ്റില് BECTയും വരുന്നുണ്ട് അല്ലെ പെക്റ്റില്. അപ്പൊ അതിന്റെയൊക്കെ ലാസ്റ്റ് ഭാഗം കമ്പ്യൂട്ടർ ടോമോഗ്രഫി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അത് നമ്മള് ഏതിൽ പഠിച്ചിട്ടുണ്ട്? ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിൽ പഠിച്ചിട്ടുണ്ടായിരിക്കണം. പഠിച്ചിട്ടില്ലേ? ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ഹോസ്പിറ്റൽസിനകത്ത് സ്പെക്റ്റും വരുന്നുണ്ട്. ന്യൂക്ലിയർ മെഡിസിനിൽ എന്ന് പറയുന്ന ടോപ്പിക്കില് അല്ലെ? അത് തന്നെ. നമ്മുടെ റേഡിയോ ഫാർമസ്യൂട്ടിക്കൽസ് ഐസോടോപ്സ് ഉപയോഗിച്ച് ശരീരത്തിന്റെ അകത്തേക്ക് ഉള്ള പല കാര്യങ്ങളും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന റേസ് ഉപയോഗിച്ചിട്ടാണ് കണ്ടുപിടിക്കുക. അത് എന്നിട്ട് മോണിറ്ററിൽ പതിച്ച് നമ്മുടെ ശരീരത്തിന്റെ ഇന്റേണൽ ഓർഗൻസിൽ ഉണ്ടാകുന്ന പല കാര്യങ്ങൾ, രോഗങ്ങളുടെ അവസ്ഥകളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെസ്റ്റിംഗ് രീതി. കമ്പ്യൂട്ടർ ടോമോഗ്രഫി എന്ന് വിളിക്കാം. കമ്പ്യൂട്ടർ ടോമോഗ്രഫി ആണ് CT സ്കാൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ടോമോഗ്രഫി സ്കാൻ എന്ന് വേണമെങ്കിൽ അതിന് പറയും. ഷോർട്ട് ഫോമിൽ CT സ്കാൻ എന്ന് വിളിക്കും. ഇത് ഒരു കമ്പ്യൂട്ടറൈസ്ഡ് പ്രൊസീജിയർ ആണ് അല്ലെ? സോ ഈ ഒരു പ്രൊസീജിയറിൽ ദേ യൂസ് ഡിഫറെന്റ് കോമ്പിനേഷൻസ് ഓഫ് എക്സ്റേസ്. എക്സ്റേ തന്നെ വെച്ചിട്ട് തന്നെയാണ് എടുക്കുക, പക്ഷെ അത് ഡിഫറെന്റ് ആംഗിൾസിലൊക്കെ വെച്ചിട്ട്. മറ്റേ എക്സ്റേ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോ എവിടെയെങ്കിലും ഭാഗത്ത് എക്സ്റേ എടുക്കണമെങ്കിൽ ആ ഒരു പൊസിഷനിൽ അവർ കൃത്യമായിട്ട് നമ്മളെ എങ്ങനെ നിർത്തും അല്ലെ? അവിടെ നമുക്ക് അനങ്ങാൻ പാടില്ല. അവിടെ നിന്നിട്ട് ഒറ്റ പൊസിഷനിലാണ് എക്സ്റേസ് എടുക്കുക. പക്ഷെ ഇത് ഡിഫറെന്റ് ആംഗിൾസിൽ എടുക്കും. എന്നിട്ട് പല മെഷർമെന്റുകളൊക്കെ എടുത്തിട്ട് എന്താ പറയുക, ഇപ്പൊ നമ്മളുടെ ഒരു ബോഡിയുടെ ഏതെങ്കിലും ഇന്റേണൽ ഓർഗന്റെ ക്രോസ് സെക്ഷൻ ഒന്നും വേണ്ട. ഇങ്ങനെ അപ്പുറത്തെ കൂടി ഇപ്പുറത്തെ കൂടി ഇങ്ങനെ മുറിച്ചിട്ടൊക്കെ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. അതല്ലാതെ തന്നെ ഈ പറയുന്ന ഡിഫറെന്റ് ആംഗിൾസിൽ ടേക്കിംഗ് ദ എക്സ്റേ മെഷർമെന്റുകൾ എടുത്തിട്ട് അത് സ്കാൻ ചെയ്ത് ഓരോ പർട്ടിക്കുലർ ഒബ്ജക്റ്റും ഇങ്ങനെ സ്കാൻ ചെയ്ത് ആ ഇന്റേണൽ ഓർഗൻസ് നമ്മുടെ ഇന്റേണൽ മീൻസ് ഒബ്സർവ് ഇൻസൈഡ് ദ ഒബ്ജക്റ്റ് ആണ്. നമ്മുടെ ഒബ്ജക്റ്റിന്റെ ഉള്ളിലേക്ക് അതിനെ കീറി ഒന്നും മുറിക്കാണ്ട് തന്നെ എന്ത് ചെയ്യാം, ഇന്റേണൽ ഓർഗൻസിന്റെ എല്ലാ കാര്യങ്ങളും ഘടനകളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അതിനുപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് അതാണ് CT സ്കാൻ മെഷീൻ കേട്ടോ. CT സ്കാൻ എന്ന് പറയുന്ന ആ ഒരു പ്രൊസീജിയറിനെ നമ്മൾ വിളിക്കും. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന മെഷീനാണ് CT സ്കാൻ മെഷീൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ടോമോഗ്രഫി സ്കാൻ. മനസ്സിലായോ? MRI സ്കാൻ അടുത്തത് വരുന്നുണ്ട്. CT സ്കാൻ മനസ്സിലായോ? യെസ്, ഇവിടെ വരെ ഞാൻ എടുക്കുന്നുള്ളൂ. പറഞ്ഞതുപോലെ തന്നെ 2 എക്സ്റേയും സ്കാൻ വരെ എടുക്കുന്നുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്തത് ഇനി കുറച്ചല്ലേ ഉള്ളൂ. 35 തുടങ്ങി, എത്രണ്ട് 43 അല്ലെ? 35 തുടങ്ങി 9 എണ്ണാണുള്ളത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അടുത്ത ക്ലാസ്സിലേക്ക് വരാനൊരു കാരണം വേണ്ടേ? തീർന്നു പോയി കഴിഞ്ഞാ പിന്നെ നമുക്ക് വെറുതെ ഇരിക്കേണ്ടി വരും അല്ലെ? അത് പറ്റില്ല. അതല്ലെങ്കിൽ വിചാരിക്കും പോകുന്നത് അവരുടെ ക്ലാസ്സിൽ തീർന്നില്ലേ. അത് വേണ്ട. നമ്മളപ്പോ ഇത്രയും 43 എണ്ണം ഉണ്ടായിരുന്നു. 43 എണ്ണത്തിൽ നമ്മൾ 35 എണ്ണം പഠിച്ചിട്ടുണ്ട്. 35 എക്യുപ്മെന്റുകൾ. ഈ ചാപ്റ്ററിൽ നിന്ന് കുറച്ച് കൂടുതൽ ചോദ്യം വരും. ബിക്കോസ് നമുക്കറിയാലോ ഓരോ മെഷീൻസ് തന്നെയാണ്, എക്യുപ്മെന്റുകൾ തന്നെയാണ്.
ജസ്റ്റ് നമ്മളൊന്ന് അറിയണം ഇതൊക്കെ ഓരോ മെഷീൻസും വാട്ട് ഈസ് ഇറ്റ്സ് പർപ്പസ് എന്ന് കൂടി അറിയണം അല്ലേ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അത്രയും വലിയൊരു ചാപ്റ്റർ ആയതുകൊണ്ടും അത് ഓരോന്നും നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് പഠിക്കുന്നതായതുകൊണ്ടും ഇഷ്ടപ്പെട്ട ചോദ്യങ്ങളൊക്കെ ഇന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ, കുറച്ചധികം ചോദ്യങ്ങൾ. അപ്പൊ നിങ്ങളത് നന്നായിട്ട് മനസ്സിലാക്കി പഠിച്ചു വെക്കുക. ഞാൻ പറഞ്ഞതുപോലെ വേണമെങ്കിൽ ആ മെഷീൻസ് ഒക്കെ ഒന്ന് അറിയാൻ, കൂടുതൽ ഡീപ്പായിട്ട് അറിയാൻ നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ആഗ്രഹത്തോടുകൂടി നിങ്ങളതൊന്ന് ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ അതിന്റെ ഫംഗ്ഷനിങ് ഉൾപ്പെടെ നമുക്കത് വിഷ്വൽസ് ആയിട്ട് കാണാൻ സാധിക്കും. ഇമേജസിനേക്കാൾ കുറച്ചുകൂടി നമ്മളുടെ ഓർമ്മയിൽ തങ്ങുന്നത് വിഷ്വൽസ് ആയിരിക്കും അല്ലെ. നമ്മൾ വായിച്ചിങ്ങനെ കാണുന്നതിനേക്കാൾ കുറെ വീഡിയോസ് ഒക്കെ അല്ലേ നമ്മുടെ മനസ്സിൽ എപ്പോഴും പതിയിരിക്കാം. സിനിമകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മറക്കാറുണ്ടോ പെട്ടെന്ന്? സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഏത് സിനിമയാണെന്നും ആ സിനിമയിൽ ആരൊക്കെ അഭിനയിച്ചിട്ടുണ്ടെന്നും ഏതൊക്കെ ആ സിനിമയിലുള്ള ഏതൊക്കെ പാട്ടാണെന്നൊക്കെ ജസ്റ്റ് വേഗം ഓർത്തെടുക്കാം. ആ സമയം നമ്മള് ഡിഗ്രിയിൽ പഠിച്ച പുസ്തകത്തില് ഇന്നൊരു ചാപ്റ്റർ ഉണ്ടായിരുന്നു, അത് പഠിച്ചോ, അവിടെ പഠിച്ചോ, അത് അതെന്തായിരുന്നു ഓർത്തെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. കാരണം എന്താണ്, നമ്മൾ വായിച്ചു പഠിച്ചതാണ് അല്ലെ. വ്യത്യാസമില്ലേ? അപ്പൊ വിഷ്വൽസ് നമുക്ക് കൂടുതൽ നമ്മുടെ മൈൻഡിൽ ഓർത്ത് വെക്കാനായിട്ട് പറ്റും. ഓക്കെ, യെസ്. പിന്നെ ചാപ്റ്റേഴ്സ് ഒക്കെ ഇപ്പൊ എല്ലാം അപ്ഡേറ്റഡ് ആയോ? എല്ലാം കഴിയാറായോ ചാപ്റ്റേഴ്സ്? ഓക്കെ ആയോ? എല്ലാ ടീച്ചേഴ്സും ഇപ്പൊ എടുത്തോണ്ടിരിക്കുന്ന ചാപ്റ്റേഴ്സും കൂടിയല്ലേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ലല്ലോ. സൗണ്ട് ഞാൻ ഓൺ ആക്കിയിട്ടുണ്ട്, കാരണം ലാസ്റ്റ് ആവാറാകുമ്പോ അയ്യോ ഇന്ന ചാപ്റ്റർ എടുത്തില്ല എന്നൊരു കൺഫ്യൂഷൻ ഒന്നും വരാൻ പാടില്ല, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. 5 അത് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അതായത് 4th മോഡ്യൂളിലെ 5ാമത്തെ ചാപ്റ്റർ അല്ലേ. 4th മോഡ്യൂളിലെ 5ാമത്തെ ചാപ്റ്റർ ഏതാ പേര്? പേരെന്താ? ചാപ്റ്ററിന്റെ പേരാണ് ചോദിച്ചേട്ടാ. സെൻട്രലൈസ്ഡ് ഗ്യാസ് സിസ്റ്റം. അത് ശരിയാണ്. അപ്പൊ അതുകൂടി ഉണ്ട്. അത് എന്തോ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഓരോ ടീച്ചേഴ്സിനോട് ടോപ്പിക് ഇങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയും, അപ്പോ ഉണ്ടായിരുന്ന ടീച്ചേഴ്സിന്റെ പേരിലായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ എന്തോ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൽ വന്നേക്കുന്നതാണ്, മിസ്സായി പോയതാണ്. അത് നമ്മുടെ രമ്യ ടീച്ചറിന്റെ പോർഷൻസ് ഏകദേശം തീരാറായിട്ടുണ്ടെന്നാ പറഞ്ഞത്. തീരാറായില്ലേ ടീച്ചർക്ക്? ഇനി എന്തോരുണ്ട് രമ്യ ടീച്ചർക്ക്? അധികം ഉണ്ടോ എടുക്കാൻ? പറയേ, ആരെങ്കിലും ഒന്ന് പറഞ്ഞോ. ഞാൻ സൗണ്ട് അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അറിയാൻ പറ്റിയ ആരുമില്ല ഇവിടെ? റെഗുലറായി ക്ലാസ്സിൽ കിടന്നവർക്ക് അറിയാൻ പറ്റുമല്ലോ. ക്വാളിറ്റി മാനേജ്മെന്റ് ഒരു 2 പേജ് ഉണ്ട് ടീച്ചറെ. ഏത് മാനേജ്മെന്റ് ആണ്? ക്വാളിറ്റി മാനേജ്മെന്റ്. ക്വാളിറ്റി മാനേജ്മെന്റ്. ഇനി ഒരു 2 പേജ് ഉണ്ട് മാം. അത് കഴിഞ്ഞിട്ട് സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം എടുക്കാന്ന് പറഞ്ഞു രമ്യ ടീച്ചർ. ടീച്ചറോട് പറഞ്ഞപ്പോഴാണ് നമ്മൾ അറിഞ്ഞത് അങ്ങനെ ഒരു ചാപ്റ്റർ അവിടെ നിങ്ങൾ എടുത്തില്ല എന്ന് പറഞ്ഞത്. നന്നായി, അത് അന്നേരമായി തന്നെ. അല്ലെങ്കിൽ പെട്ടെന്ന് ടീച്ചേഴ്സ് നോക്കില്ല, അവരവരുടെ കയ്യിലിരിക്കുന്ന ചാപ്റ്റേഴ്സേ നോക്കുള്ളൂ. അവരുടെ ബുക്കിൽ അവരിങ്ങനെ നോട്ട് ചെയ്ത് വെക്കും, ഇന്ന ക്ലാസ്സിൽ ഇന്ന പോർഷൻസ് ആണ് അവർക്ക് എടുക്കേണ്ടത്. അപ്പൊ അത് അങ്ങനെ വെച്ച് അങ്ങനെ എടുത്തങ്ങോട്ട് പോയി. പക്ഷെ അത് എനിക്ക് തോന്നുന്നു ആതിര ടീച്ചറിന്റെ പോർഷൻസിനകത്താണ് വന്നിരുന്നത്. അതെന്തോ അങ്ങനെ വന്ന ഒരു മിസ്സിംഗ് ആണ് കേട്ടോ, അല്ലാതെ മനഃപൂർവ്വമല്ല. അല്ലാതെ എല്ലാ ടീച്ചേഴ്സിനും അവർക്കറിയാം അവരവരുടെ ചാപ്റ്റേഴ്സ് ആണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇങ്ങോട്ട് കൺവേ ചെയ്തപ്പോ ആതിര മിസ്സിന് പകരം നമ്മളുടെ വന്ദന മിസ് കയറിയിരുന്നു. അത് കഴിഞ്ഞിട്ട് അല്ലെ, വന്ദന മിസ് ഇല്ല. അങ്ങനെ ആ ഒരു കമ്മ്യൂണിക്കേഷനിൽ വന്ന എന്തോ പ്രശ്നം കൊണ്ടാണ് കേട്ടോ അത് മിസ്സായത്, അതല്ലാതെ ഉള്ള പ്രശ്നമല്ല. അപ്പൊ അത് ഇപ്പൊ കണ്ടുപിടിച്ചു, നിങ്ങളത് പറഞ്ഞ കാരണം രക്ഷപ്പെട്ട. അല്ലെങ്കിൽ പിന്നെ ലാസ്റ്റ് അറ്റത്തെത്തുമ്പോ പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. അതിനെനിക്ക് തോന്നുന്നു 1-2 ക്ലാസ് വേണം, 2 or 3, എനിക്കറിയില്ല അതിന്റെ ടോപ്പിക് എത്രയുണ്ടെന്ന്. അപ്പൊ അതല്ലെങ്കിൽ മിസ്സായി പോയാല്. പറഞ്ഞത് നന്നായി. അപ്പൊ ടീച്ചർ അത് എടുത്തോളാം പറഞ്ഞിട്ടുണ്ട്. ടീച്ചറിന്റെ ടോപ്പിക് 2 പേജ് കൊണ്ടുള്ള ഒറ്റ ക്ലാസ് കൊണ്ട് തീരും. അപ്പൊ അടുത്ത ക്ലാസ്സിൽ ടീച്ചർ കയറിപ്പോകും. ടീച്ചറിന്റെ ഈ ചാപ്റ്റർ കൊണ്ട് കയറിക്കോളാന്ന് പറഞ്ഞത്. ഓക്കെ, പഠിച്ചൊക്കെ തുടങ്ങി. വന്നിട്ട് പഠിച്ചു തുടങ്ങിയില്ലേ? പഠിച്ചു തുടങ്ങിയെന്നല്ല, ഏകദേശം ഒരു പെട്ടെന്ന് പഠിച്ച് തീർക്കാം. 3rd and 4th മോഡ്യൂൾ നന്നായിട്ട് ഇപ്പോഴേ അങ്ങോട്ട് പഠിച്ചോ. അപ്പൊ ഇനി അത് ഫൈനൽ എക്സാം വരുമ്പോ ഇങ്ങനെ കുത്തിരുന്ന് പഠിക്കണ്ട, അടുത്തൊന്ന് റെഫർ ചെയ്താൽ മതി കേട്ടോ. അപ്പൊ അങ്ങനെ പഠിച്ചു വെക്കാം, പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരുങ്ങാം. അപ്പൊ പരീക്ഷയ്ക്കൊക്കെ ഒരുങ്ങി, പരീക്ഷയൊക്കെ കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങിക്കാനും ഒക്കെ വരാനൊക്കെ ഉള്ളതാണ്. അപ്പോഴൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ അല്ലേ? യെസ്, കാണാൻ നിങ്ങളെ പഠിപ്പിക്കുന്ന കുട്ടികളൊക്കെ കാണുക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷം തരുന്ന കാര്യമാണ്.
സർട്ടിഫിക്കേഷൻ സെറമണിക്ക് വരുമ്പോഴല്ലേ പറ്റുന്നുള്ളൂ. നമ്മൾ ഇങ്ങനെ ഇരുന്നല്ലേ പറയുന്ന കാര്യങ്ങളൊക്കെ. പിന്നെ അപ്പോ അതേപോലെ തന്നെ നമ്മളുടെ ഓരോ പരിപാടികളൊക്കെ ആയിട്ട് വരുമ്പോ സെറിമണീസിലൊക്കെ വരുമ്പോൾ കുട്ടികൾക്ക് ഓരോ പരിപാടികളൊക്കെ അറേഞ്ച് ചെയ്ത് കൊണ്ടുപോട്ടാ. അറിയോ നിങ്ങൾക്കത്? എന്തെങ്കിലുമൊക്കെ ഡാൻസ് ആയിട്ടോ പാട്ടായിട്ടോ എന്തെങ്കിലും സ്കിറ്റുകളായിട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കഴിവുകളൊക്കെ കൊണ്ടുവന്ന് ഇവിടെ പ്രസന്റ് ചെയ്യാൻ പറ്റിയ ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ് കേട്ടാ. അതുകൊണ്ട് അതൊക്കെ ഒന്ന് ആലോചിച്ചൊക്കെ ചെയ്യാൻ പറ്റൂലേ? പറ്റാത്തതൊന്നുമില്ല, ചെയ്യാൻ പറ്റുമോ? അയ്യോ അതിന് മറുപടി പറ. പറ്റൂലേ? ഈ ഓൺലൈനിൽ ഇരുന്ന് പഠിച്ചിട്ട് തന്നെ കുട്ടികൾ ഇവിടെ വന്ന് പല കാര്യങ്ങളും ചെയ്യുന്നത് കേട്ടാ. മോണ്ടിസോറി എന്ന് പറയുന്ന കോഴ്സ് കൂടെ നടക്കുന്നുണ്ട്. അതില് എല്ലാ ബാച്ചും എന്തെങ്കിലുമൊക്കെ ഇവിടെ അവതരിപ്പിക്കും. പക്ഷെ HA സ്റ്റുഡൻസ് അങ്ങനെ ചെയ്തിരുന്നില്ല. പക്ഷെ ഇപ്പൊ റീസെന്റ്ലി HA സ്റ്റുഡൻസും അങ്ങനെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ 2 ബാച്ച് 22, 23 ബാച്ചസിലെ കുട്ടികൾ അവരവരുടെ പ്രോഗ്രാമുകളൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് വന്നിരുന്നു. ഞങ്ങൾ എങ്ങനെ പഠിക്കും എന്നൊക്കെ നിങ്ങൾ ആലോചിക്കുമ്പോൾ ഓൺലൈൻ തന്നെ ഇത് തന്നെ രീതി. അവര് ഇങ്ങനെ ഓരോ കാര്യങ്ങള് ഇന്നത് അവരെല്ലാവരും കൂടി ഒരുമിച്ച് ഓരോ കാര്യങ്ങള് പ്ലാൻ ചെയ്ത് അവരത് പ്രാക്ടീസ് ഓൺലൈൻ തന്നെ അല്ലേ ഗ്രൂപ്പായിട്ടൊക്കെ കോൾ ചെയ്ത് വീഡിയോ കോളൊക്കെ ചെയ്ത് അവരുടെ കാര്യങ്ങൾ അവര് പ്രോഗ്രാമുകൾ സെറ്റ് ചെയ്തിട്ട് വരാറുണ്ട്. ഇത് ഞാൻ പറഞ്ഞതാണ്. അങ്ങനെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടി ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊക്കെ ചെയ്യാം. പറ്റൂലേ? ഇനിയും പറ്റൂലെന്ന് പറയും. ഹലോ, അത് പറഞ്ഞിട്ട് നിങ്ങൾ എല്ലാവരും മിണ്ടാതിരുന്നോ? കേക്കണില്ലേ? അത് ശരി. കേക്കണ്ട്. ഓക്കെ, ഒരു ചെറിയ സൂചന ഞാൻ തന്നതാണ്. ഇനി നിങ്ങൾ വരുമ്പോ അപ്പൊ ആലോചിച്ചാൽ ചിലപ്പോ വേണമെങ്കിൽ ചിലപ്പോ 1-2 ബാച്ചൊക്കെ ഒരുമിച്ചായിരിക്കും. അപ്പൊ ആ ബാച്ചിൽ പിള്ളേര് ഇങ്ങനെയൊക്കെ പരിപാടി ഒരുമിച്ചു. അപ്പൊ നമ്മളൊന്നും ചെയ്തില്ല എന്ന ഒരു ഇത് വേണ്ടല്ലോ. അങ്ങനെ ഒരു എന്തെങ്കിലും ഒരു ഇതൊന്നും ഗിൽട്ടൊന്നും ഫീൽ ചെയ്യണ്ട മനസ്സിൽ. അതിനോട് വേണ്ടിയിട്ട് പറഞ്ഞത് എന്തെങ്കിലും ചെറുതായിട്ടൊക്കെ കുഞ്ഞിതൊക്കെ നമ്മളെ കൊണ്ട് പറ്റും അതൊക്കെ. ഓക്കെ, ഒരു അവസരമാണ്, അതുകൊണ്ട് പറഞ്ഞത്. സോ നമുക്ക് അടുത്ത ദിവസം കാണാം. ബൈ. താങ്ക് യു. പഠിക്കുക, എല്ലാവരും നന്നായി വായിക്കുക കേട്ടോ. Thank you so much.